പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. ഇരിക്കുന്നതിന് മുമ്പ് ലൂക്കായുടെ സുവിശേഷത്തിലെ എമ്മാവുസിൽ പോയ ശിഷ്യന്മാരുടെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഒടുവിൽ ഈശോ ശിഷ്യന്മാരെ കൂടിയിരുന്നപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് തിരുവനന്തപുരം ഇങ്ങനെ വായിക്കുന്നു: വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്ക രീതിയിൽ അവിടുന്ന് അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ദൈവത്തോട് പറയാം: കർത്താവേ, കേൾക്കുവാൻ പോകുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ തുറന്നു തരണമേ. ഒരു നിമിഷം നമ്മുടെ അമ്മയായ മറിയത്തെ ഓർക്കാം. കേട്ട വചനത്തിന് വേണ്ടി ഹൃദയം മാത്രമല്ല, തന്റെ ജീവിതം മുഴുവൻ അവൾ തുറന്നു കൊടുത്തു. തന്റെ ഉദരം വചനത്തിനായി തുറന്നു കൊടുത്തു. അങ്ങനെ വചനം അവളുടെ ഉദരത്തിൽ മാംസം വഹിച്ചു, മാംസം ധരിച്ചു. ആ വചനത്തിന് അവൾ ജന്മം നൽകി. ആ വചനത്തിനെ അവൾ വളർത്തി. ആ വചനം നടന്ന പാതകളിലൂടെയൊക്കെ അവൾ നടന്നു. ആ വചനം ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൾ ആ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. ആ വചനത്തെ കുരിശിൽ നിന്ന് ഇറക്കിയപ്പോൾ അവൾ തന്റെ മടിയിലേക്ക് ആ വചനത്തെ ഏറ്റുവാങ്ങി. അങ്ങനെ വചനത്തിന്റെ കൂടെ നടന്നവൾ പെന്തക്കോസ്താ ദിവസം തകർന്ന ശിഷ്യന്മാരെയൊക്കെ ഒന്നിച്ചു കൂട്ടിയിരുത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ നേടിക്കൊടുത്ത അമ്മ. ഈ രാത്രിയിൽ നമ്മുടെ കൂടെ ചേർന്നിരിക്കട്ടെ. അവിടെ ശക്തമായ മേലെങ്കിൽ നമ്മെ മറയ്ക്കട്ടെ. അവരുടെ പുത്രന്റെ പക്കലേക്ക് നമ്മെ നയിക്കട്ടെ. അവരുടെ മടിയിൽ ഇരുന്നു കൊണ്ട് പുത്രന്റെ മുഖത്ത് നോക്കി ധ്യാനിക്കുവാനും അമ്മേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇരിക്കാൻ നമുക്ക്. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ ധ്യാനത്തിന്റെ സമയത്ത് മാതാപിതാക്കളോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കണ്ട ആരൊക്കെ ഇതിരിക്കൊണ്ട് അന്ന് അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കാനാണ്. അങ്ങനെ പറഞ്ഞാൽ അവർ കൈ തട്ടിയിടോന്ന് അറിയാം. അതുകൊണ്ട് ആരൊക്കെ ഉണ്ടായിരുന്നു? ചില കൈകളൊന്നും പൊങ്ങുന്നില്ല. അപ്പോ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ പുതിയതായിട്ട് ഒന്നും തന്നെ നിങ്ങളോട് പറയുവാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം എപ്പോഴും നമ്മൾ വചനപ്രഘോഷണം അല്ലെങ്കിൽ ഇതുപോലുള്ള കൂട്ടായ്മയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചെല്ലും, നമ്മളിങ്ങനെ കാണികളെ പോലെ കാത്തിരിക്കും. അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ മുഴങ്ങുന്ന ശബ്ദത്തിൽ നമ്മളോട് സംസാരിക്കും. നമ്മൾ അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അച്ഛന് മാർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഇത്ര മാർക്ക്, ഇത് കൊള്ളാം. അങ്ങനെ അച്ഛനെ മാർക്കൊക്കെ കൊടുത്ത് ഒടുവില് നല്ലൊരു മാർക്ക് പുസ്തകമൊക്കെ അച്ഛന് കൊടുത്തേച്ച് നമ്മൾ ഇറങ്ങി പോകും. നമ്മൾ വീണ്ടും പഴയതുപോലെ അങ്ങോട്ട് പോയി നമ്മൾ ജീവിക്കും. വീണ്ടും അടുത്ത പ്രാവശ്യം നമ്മൾ വരും. വീണ്ടും അച്ഛനും പാട്ടുകാർക്കും ഓർഗനൈസേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന അതിനെ കുറിച്ചായിരിക്കും. ഇന്ന് അത്ര ശരിയായിരുന്നില്ലല്ലോ, അന്നത്തെ അച്ഛൻ നന്നായിരുന്നല്ലോ, ആ പ്രസംഗം നന്നായിരുന്നു, ടോണ് കൊള്ളത്തില്ല, അങ്ങനെ നമ്മൾ ഇതിനെയൊക്കെ വിലയിരുത്തി നമ്മൾ വീണ്ടും പോകും. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ വരും. പിന്നെ ഒത്തിരി ശബ്ദമൊക്കെ ഉള്ള, എനിക്ക് തോന്നുന്നു എനിക്ക് ഒത്തിരി ശബ്ദമുണ്ട്. ഒത്തിരി ശബ്ദമുള്ള അച്ഛനൊക്കെ ആണെങ്കിൽ പറയും, അടിപൊളി ശബ്ദമായിരുന്നു എന്ന് പറയും. പിന്നെ പറയുമോ, അയാൾ അത്ര ശരിയല്ല എന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി കമന്റ്സ് ഒക്കെ നടത്തിയിട്ട് പലപ്പോഴും കടന്നു പോകാറുണ്ട്. അപ്പൊ പറ്റുന്ന ഇതാണ്, കേൾക്കുന്ന വചനത്തിന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനോ പലപ്പോഴും സാധിക്കില്ല. കാരണം പലപ്പോഴും ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ചേട്ടനും കൂടി ഇവിടെ ഒന്ന് ഉണ്ടായിരിക്കണമായിരുന്നു,
ഈ വചനം ആർക്ക് വേണ്ടിയാ? ചേട്ടന് വേണ്ടി പറയുന്നതാ. ചേട്ടന്മാരാണെങ്കിൽ പറയും, ഓ അവളും കൂടെ ഒന്ന് ഇവിടെ നിന്ന് ഉണ്ടാകേണ്ട. പിന്നെ ചില ചേച്ചിമാർക്ക് ഭയങ്കര എന്താ പറയുന്നത് ഫീലിങ്സാ, അമ്മായി അമ്മയോടും അമ്മായി അപ്പനോടും. അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ഈ വചനം ആർക്ക് വേണ്ടിയാ? അവർക്ക് വേണ്ടിയാ. അപ്പൊ അങ്ങനെ വചനം അവർക്ക് ഇവർക്കൊക്കെ കൊടുത്തു നമ്മളെന്ത് ചെയ്യുന്നു? ഈ വചനമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നമ്മളെ കയ്യിലേക്ക് പോകും. പലപ്പോഴും സംഭവിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് തിരുവചനം കേട്ടതാണ്, വചനം ഗ്രഹിക്കുവാൻ തക്ക രീതിയിൽ അവരുടെ ഹൃദയത്തെ അവൻ തുറന്നു കൊടുത്തുവെന്ന്. ദൈവം ഹൃദയം തുറന്നു തരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്നോ വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ പറ്റുക. വചനം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ വചനത്തിന് അവിടെ വേര് പാകാൻ പറ്റുകയുള്ളൂ. ഒന്ന് ഓർത്തു നോക്കിയേ മാതാവിന്റെ അവസ്ഥ. അവള് വചനത്തെ ഇതാ നിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ വചനം എന്ത് ചെയ്തു? അവളുടെ ഉദരത്തിൽ രൂപം കൊണ്ടു. എന്നാൽ പിറ്റേ ദിവസം അവൾ പ്രസവിച്ചില്ല. പ്രസവിച്ചോ? പിന്നെയോ ഒരു സാധാരണ പ്രസവത്തിന്റെ സമയം മുഴുവൻ ഈ വചനം എന്ത് ചെയ്തായിരുന്നു? അവളുടെ ഉള്ളില് വളരുകയായിരുന്നു, രൂപപ്പെടുകയായിരുന്നു. അങ്ങനെ സമയത്തിന്റെ പൂർണ്ണതയിലാണ് അവൾ എന്ത് ചെയ്തത്? വചനത്തെ പ്രസവിച്ചത്. വചനത്തെ മാംസം ധരിക്കുവാനും വചനത്തെ വളർത്തുവാനും വചനത്തെ പ്രസവിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തർ. അതുകൊണ്ടാണ് മാതാവിനെ ആദ്യത്തെ ക്രൈസ്തവ അല്ലെങ്കിൽ ആദ്യത്തെ ശിക്ഷ എന്ന് പറയാൻ കാരണം ഇതാണ്. വചനത്തിന് വേണ്ടി തന്നെ മുഴുവൻ കൊടുക്കുകയും വചനത്തെ ഉള്ളിൽ വളർത്തി ആ വചനത്തെ ജന്മം നൽകി നമുക്ക് നൽകുകയും ചെയ്തതാണ്. അതുപോലെ ഒരു പ്രക്രിയയിലേക്ക് പ്രവേശിക്കുവാനാണ് ദൈവം നമ്മെ വിളിക്കുക. ഇതൊരു പ്രോഗ്രാം അല്ല കേട്ടോ. പ്രോഗ്രാം ആണെങ്കിൽ നമുക്കിങ്ങനെ ഇത്ര സമയത്ത് തുടങ്ങി ഇത്ര സമയത്ത്, എന്നാൽ ഇതൊരു പ്രോസസ്സാണ്, പ്രക്രിയയാണ്. അപ്പൊ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു ടൈമുണ്ട്. നമ്മുടെ ഉള്ളിൽ അത് വളരേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒന്ന് തുറന്നു വിടുക. ബൈബിള് കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർ. സാധാരണ പെന്തക്കോസ്തുകാരാണ് അതൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ ചീത്ത ശീലവും നമുക്കില്ലാത്തത് കൊണ്ട് ബൈബിൾ ഉണ്ടോ? ലൂക്കായുടെ സുവിശേഷം ഒന്ന് എടുക്കാവോ? അപ്പൊ നിങ്ങൾ എന്റെ കൂടെ സഹകരിക്കാൻ കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പോകാനല്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളിന്ന് ഉറങ്ങിപ്പോവുക. അതുകൊണ്ടുകൂടിയാണ്. അപ്പൊ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം. നിങ്ങൾ കേട്ടിട്ടുള്ള വചനം നമ്മൾ ഒരിക്കൽ കൂടി കേൾക്കാൻ വേണ്ടി പോവുക കേട്ടോ. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചനം. ആരെങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങാവോ? ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചനം നമ്മളിപ്പോ കേൾക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ എന്റെ പ്രസംഗത്തിന് മുമ്പ് ഇത് വചനമാണ്. വചനം നിങ്ങൾ കേൾക്കുക. നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്ന് വായിക്കാവോ? യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. നിങ്ങൾ കേൾക്കണോട്ടെ, ഇത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുവേ. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരികെ പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിൽ ഇരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു.
അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അന്വേഷിക്കുന്നത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതിനാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പൊ ഇതാണ് സംഭവം. ലോസ്റ്റായോ? തുടക്കത്തിൽ നമ്മളിങ്ങനെ കേട്ടിരിക്കും, പിന്നെ അങ്ങനെ പതുക്കെ നമ്മുടെ മനസ്സൊക്കെ വേറെ വാണ്ടറിങ് ആകും. ഇതാണ് നമുക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം കേട്ടോ. ഞായറാഴ്ചയില് അച്ഛൻ ബൈബിൾ വായിക്കാം. അപ്പൊ അച്ഛൻ പറയുക ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മനസ്സിലേക്ക് ഓടി വരുന്നത്? ദൂതപുത്രന്റെ ഉപമ. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ എത്ര കേട്ടിരിക്കുന്നു, ഇത് നമ്മൾ എത്ര പ്രസംഗിച്ചിരിക്കുന്നു, നമുക്ക് ഉടൻ തന്നെ അതിന്റെ എൻഡ് വരെ അറിയാം. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങൾ അടച്ചു വെക്കും. അതുപോലെ ഇത് കഥ കേട്ടപ്പോൾ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടു. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ നാട്ടുകാരെയോ വീട്ടുകാരെയോ ഇത് എവിടെ പോയി അവസാനിക്കും എന്നൊക്കെ ചിന്തിച്ചു. ശരിയല്ലേ? ഇത് ക്രമേണ നമുക്ക് സംഭവിക്കുന്നതാണ്. കാരണം മാതാവിന് പോലും ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും അവൾക്ക് മനസ്സിലായില്ല. അപ്പൊ മാതാവിന് അങ്ങനെയാണ്. പിന്നെ നമുക്ക് അല്ലെ പോട്ടെ. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? യുവറ്റാണ് സാധാരണ പ്രസംഗത്തിന് സമയത്ത് നിങ്ങൾക്ക് ചാൻസ് കിട്ടാറില്ല. ഞാൻ നിങ്ങൾക്ക് ചാൻസ് തരിക. പറഞ്ഞോ, എന്താ മനസ്സിലായത് സുവിശേഷ ഭാഗത്തിൽ നിന്ന്? ഞാൻ ജീവനുള്ള മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോ പല സമയവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോ അകന്നു പോകുന്നു. നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും ഈശോ നമ്മിൽ നിന്ന് അകന്നു പോകും. നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയമുണ്ടാകും. മാറ്റപ്പെടുന്ന സമയമുണ്ടാകും. ഇനി വേറെ എന്തെങ്കിലും? കേട്ടില്ലേ? ഞങ്ങളൊന്നും പറയത്തില്ല. ഒരു ചേച്ചി എന്തെങ്കിലും നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളൊന്നും പറയത്തില്ല. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കരുത്. ഞങ്ങൾ പണ്ട് മുതൽ കുടുംബത്തോടു കൂടി തിരിച്ചു പോയെന്ന് പറയാത്ത ആൾക്കാരാണ്. പ്രത്യേകിച്ച് അച്ഛന്മാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മിണ്ടാറേ ഇല്ല. ചേട്ടാ, പറയാണ്, അമ്മേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല ലോകത്തിന് വേണ്ടി ജനിച്ചവനാണ്. വെരി ഗുഡ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല ലോകത്തിന് വേണ്ടി ജനിച്ചവനാണെന്ന് ഈശോ അമ്മയോട് പറയുന്നു. 2 പേർക്കും കൂടെ ചാൻസ് ഉണ്ട്. അത് അഴുകി വളരാനായിട്ട് സമയം, ഒരു മരമാകാനായിട്ട് അതിൻ്റെ സമയം. എന്ന് പറഞ്ഞാൽ ഈശോ 12-ാം വയസ്സിൽ അവരുടെ കൂടെ അവിടെ പോയിരുന്ന് അവരോട് ചോദ്യം ചോദിച്ച് പഠിച്ചു. 3 ദിവസം കഴിയില്ല. അപ്പൊ അത്രയും നാളുകൾ, അത്രയും 3 ദിവസം ഇന്റൻസീവ് ഒരു കോഴ്സ് അല്ല, ഷോർട്ട് കോഴ്സ് പോലെ അത്രയും നാൾ പഠിച്ചു, ഗ്രഹിച്ചു. എന്നിട്ട് ഈ കർത്താവിനെ കുറിച്ച് 12-ാം വയസ്സിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് 30 വയസ്സുള്ളതാണ്. അപ്പൊ അത്രയും നാളും ആ വചനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പഠിച്ച് മുമ്പോട്ട് അങ്ങനെയാണ് വളർന്നു. പ്രാചീനത്തിലും താങ്ക് യു. വൺ മോർ ചാൻസ്, ദ ലാസ്റ്റ് വൺ. എല്ലാം ഈ ഭാഗത്ത് ശാന്തം. നമുക്ക് ഇവരെ കൊണ്ടുകൂടെ ഒന്ന് ചോദിക്കണം. ചേച്ചി പറഞ്ഞു. യേശു പിതാവിനെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ മാതാവും യാസപിതാവും ലോകത്തിന്റെ വ്യഗ്രതയിൽ തിരിച്ചു പോകുന്ന വ്യഗ്രതയിലാവുന്നു. എന്നാൽ യേശു കൂടുതലായിട്ട് പിതാവിന്റെ ഇഷ്ടം. ഇനി ഈ ഭാഗത്തിന് നാണം കെടുത്തത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പ്ലീസ്. അതെ, ദൈവപുത്രനായിരുന്ന യേശു മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ റെസ്പോണ്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തെ ഒന്ന് പെട്ടെന്നൊന്ന് ഒഴിച്ചു നോക്കാം. ഇതാണ് യേശുവിന്റെ മാതാപിതാക്കന്മാർ യേശുവിനെയും കൊണ്ട് എവിടേക്ക് പോവുക? ജെറുസലേമിലേക്ക് പോവുക. ഇത് എല്ലാ വർഷവും അവർ ചെയ്യുമായിരുന്നു. അത് അവരുടെ ജീവിതത്തിലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. എല്ലാ വർഷവും അവർ ഈശോയും കൊണ്ട് എവിടെ പോകുമായിരുന്നു? ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ദേവാലയത്തിലേക്ക് പോയി കഴിഞ്ഞ് അവർ തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? യേശു അവരുടെ കൂടെ ഇല്ലായിരുന്നു. യേശു അവരുടെ കൂടെ ഇല്ലാത്തത് ഒരു പ്രശ്നമാണോ?
ആണോ? ആ, നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. മാതാവും ഔസേപ്പിതാവും അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രമാരായിരുന്നു? ഈശോയായിരുന്നു. ഈ കേന്ദ്രവുമായിട്ട് അവർ എവിടെ പോവുകയായിരുന്നു? ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ദേവാലയത്തിൽ സാധാരണ ഉത്സവത്തിന് നമ്മുടെയൊക്കെ അമ്പ് പെരുന്നാളിനൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്റെ മാതാവേ, കോട, ബഹളം, ചെണ്ട, പഞ്ചവാദ്യം, ഇതിന്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഭയങ്കര ബഹളത്തിന്റെ ഇടയിൽ ഇതൊക്കെ കഴിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? തിരികെ പോവുക. പക്ഷേ തിരുവചനത്തിൽ വളരെ മനോഹരമായിട്ടാ പറഞ്ഞ് യേശു ദേവാലയത്തിൽ തങ്ങി, എന്നാൽ അത് അവർ അറിഞ്ഞില്ല. ഈശോ ജീവിത ചേച്ചിനെ പറഞ്ഞ പോലെ ഈശോ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകാം. ഈശോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നമല്ല. പിന്നെയോ എന്താ പ്രശ്നം? ഈശോ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും ദൗർഭാഗ്യമായ അവസ്ഥ. ആ ഔസേപ്പ് മാതാവ് തിരിച്ചു വരികയായിരുന്നു, ദേവാലയത്തിലെ മനോഹാരിത. അപ്പോ ഇത് പാപം ചെയ്ത സമയത്തല്ല ഈശോയ്ക്ക് ഔസേപ്പിന്റെ മാതാവിന് ഈശോ നഷ്ടപ്പെട്ടത്. ചില സമയത്ത് നമുക്ക് റോങ് കൺസെപ്റ്റ് ഉണ്ട്. എന്തുവാ? തിന്മ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ദൈവത്തെ എന്നാൽ ഇവിടെ എന്തുവാ? ദേവാലയത്തിന്റെ മനോഹാരിതയിലും ദേവാലയത്തിന്റെ പൊടിപ്പിലും തൊങ്ങലിലും ഇവർക്ക് എന്ത് ചെയ്യുക? ഈശോയെ നഷ്ടപ്പെട്ടു പോവുക. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുക. എവിടെയാണെന്നോ? ധ്യാന കേന്ദ്രത്തിന്റെ നടുക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശോയെ നഷ്ടപ്പെട്ടു പോകാൻ പറ്റും. പ്രൈസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രയർ ഗ്രൂപ്പിന്റെ കോർ മെമ്പർ ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശോയെ നഷ്ടപ്പെട്ടു പോകാൻ പറ്റും. ചില സമയത്ത് നമ്മൾ പറയുന്നതാണ് ഈ ഔസേപ്പ് മാതാവും കള്ളിഷാപ്പിൽ ചെന്നപ്പോഴല്ല ഈശോയെ നഷ്ടപ്പെട്ടു പോയതാണോ? പിന്നെയോ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ചേട്ടൻ വെള്ളം അടിക്കണോ എന്താണ് എന്തില്ലാത്തത്? ഈശോ ഇല്ലാത്തത്. അവളിങ്ങനെ നുണയും ഊടായ്പൊക്കെ പറഞ്ഞ് അവളെന്റെ കുടുംബത്തെ സഹായിക്കാൻ ഒട്ടും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തില്ലാത്തത്? ഈശോ ഇല്ലാത്തത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചതാണ് ഈ പ്രാർത്ഥനയുടെയും ദേവാലയത്തിന്റെയും ഈ കണ്ണഞ്ചിക്കുന്ന വലിയ കാര്യങ്ങളുടെയൊക്കെ ഇടയിൽ വെച്ച് ഇവർക്ക് എന്ത് ചെയ്യാണ്? ഈശോ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാല് ഇവർ തിരികെ നടന്നു പോയപ്പോൾ എന്തായിരിക്കും മാതാവ് ചിന്തിച്ചത്? മാതാവിന്റെ അടുത്ത് ആരില്ലായിരുന്നു? ഈശോ ഇല്ലായിരുന്നു. അവൾ എന്തായിരിക്കും വിചാരിച്ചത്? ആ ചേട്ടന്റെ കൂടെ ഉണ്ടാകും, ഔസേപ്പിതാവിന്റെ കൂടെ. ഔസേപ്പിതാവ് ചിലപ്പോ തന്റെ അടുത്ത് ഈശോയെ കണ്ടു കാണത്തില്ല. പുള്ളി എന്തായിരിക്കും വിചാരിച്ചത്? അല്ല, അവളുടെ കൂടെ ഉണ്ടാകും. ഇവർ രണ്ടുപേരും ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഇവരെന്തായിരിക്കും വിചാരിച്ചത്? ആ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിലൊക്കെ ഉണ്ടാകും. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാ. എന്താണെന്നോ? ഈശോ എന്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് വളരെ ഉറപ്പാക്കാൻ ചില സമയത്ത്. പക്ഷെ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? ഭാര്യ ഉണ്ടല്ലോ, അവൾ എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്നുണ്ട്. ഈശോ ആരുടെ കൂടെ ഉണ്ടാകും? അവളുടെ കൂടെ ഉണ്ടാകും. അവളെന്താണെന്ന് വിചാരിക്കുന്നത്? എന്റെ കൂടെ ഈശോ ഇല്ല. പക്ഷെ ചേട്ടൻ പ്രാർത്ഥിച്ചിട്ടേ തുറച്ചു പോകത്തുള്ളൂ. അപ്പൊ ഈശോ ആരുടെ കൂടെ ഉണ്ടാകും? ആ ചേട്ടന്റെ കൂടെ ഉണ്ടാകും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു കൂടായ്പയിലെത്തുമ്പോ നിങ്ങൾ എന്താ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിലായില്ല. അപ്പൊ പറയും നാട്ടിൽ അമ്മച്ചിരുന്ന് കൊന്ത ചെല്ലുന്നുണ്ട്. നാട്ടില് അമ്മച്ചിരുന്ന് കൊന്ത ചെല്ലുന്നുണ്ട്. അവിടെ ആരുണ്ട്? ഈശോയുണ്ട്. അല്ലെ പറയും ഞങ്ങളിങ്ങനെ പോർട്ട്സ്മൗത്തിൽ, ഇത് സൗത്താംപ്ടൺ അല്ലേ, ഞങ്ങൾ സൗത്താംപ്ടണിലെ സേക്രഡ് ഹാർട്ട് നൈറ്റ് വിജയിൽ പോകുന്ന ആൾക്കാരെ ഈശോ എവിടെ ഉണ്ടാകും? നൈറ്റ് വിജയന്റെ സ്ഥലത്തൊക്കെ ഉണ്ടാകും എന്നിങ്ങനെ വിചാരിച്ച് ഈശോ അവന്റെ കൂടെ ഉണ്ടാകും, അവളുടെ കൂടെ ഉണ്ടാകും, നാട്ടുകാരുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. ഔസേപ്പിനും മാതാവിനും തങ്ങളുടെ ജീവിതത്തിൽ ഈശോ നഷ്ടപ്പെട്ടു. അവരെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈശോയുടെ നഷ്ടം ചിലപ്പോ നമ്മളൊന്നും ചിലപ്പോ ഔസേപ്പിനും മാതാവിനും ഒരു ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ അവർക്ക് എന്ത് തോന്നി? ഈശോ കൂടെ ഇല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാ ഞാനും നിങ്ങളൊക്കെ ചിലപ്പോ വർഷങ്ങളോളം നടക്കും, പള്ളി കമ്മിറ്റിയുടെ ഒക്കെ മുമ്പിലുണ്ടാകും. കുട പിടിക്കാൻ നമ്മുടെ ചേട്ടന്മാരൊക്കെ മുമ്പിലുണ്ടാകും. ചേട്ടത്തിമാരിങ്ങനെ താലപ്പൊലിയൊക്കെ വെച്ച് ഇങ്ങനെ എന്താ പറയുക, സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് പൂവൊക്കെ എറിഞ്ഞ് പ്രദക്ഷിണത്തിനൊക്കെ പോകും. പക്ഷെ ഈശോ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ഇപ്പോ ചോദിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈപ്പാസ് ചെയ്ത് പോകും. പ്രിയമുള്ളവരെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആത്മീയ ജീവിതം ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സമയത്ത് സംഭവിക്കുന്ന ഇതാണ്. ദൈവം കൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ തിരിച്ചറിയാറില്ല. ഔസേപ്പിനും മാതാവിനും പറ്റിയതാണ്. എന്നാൽ ഒരു ദിവസത്തിന്റെ ഒടുവിൽ, ഒരു സാധാരണ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാധാരണ പ്രകൃതിയിൽ ഇരുട്ടായി തുടങ്ങും ഇല്ലേ? ഇരുട്ടായി തുടങ്ങുമ്പോൾ എന്താ പറ്റുന്നേ? ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അന്വേഷിക്കാൻ തുടങ്ങുന്നത്. ചില സമയത്ത് എന്റെയും നിങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഇരുട്ട് കയറുന്ന ഒരു സമയമുണ്ട്. ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കർത്താവേ,
ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രോഗത്തിന്റെ, ഒരു സാമ്പത്തിക ക്ലേശത്തിന്റെ, അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ തലത്തിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് തോന്നുന്നത്? എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സന്ധ്യ എന്ന് പറയുന്ന ഈ കാര്യങ്ങളാണ്. ഇവിടേക്ക് എത്തുമ്പോൾ പോലും ചില ആൾക്കാർ ഈ ദൈവത്തെ അന്വേഷിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ ട്രാജഡി. എന്നാൽ ഇവര് ദിവസത്തിന്റെ ഒടുവിലായപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഈശോ എവിടെയെന്ന് അന്വേഷിച്ചു. വാവ്, വെപ്രാളമായി. കാരണം എന്താ? ഈ രണ്ട് വ്യക്തികളുടെ നടുക്കുള്ള ഏക കേന്ദ്രമാര ഈശോയാ. അവർ നഷ്ടപ്പെട്ടു പോയി. അവർ ആദ്യം എന്താ ചെയ്തത്? ആ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയെന്ന് എന്ത് ചെയ്യും? ആദ്യം എന്റെ കയ്യിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ആദ്യം കയ്യിൽ എന്റെ പോക്കറ്റില്ല. ഇത് എവിടെയാ പോയത് സാർ? അത് ചെറിയ സാധനമാണെങ്കിലും വലിയ സാധനമാണെങ്കിലും കാണാനില്ലെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കുന്ന എവിടെയാ? പോക്കറ്റില്ല. നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരു അനുഭവം ഉണ്ടാകും. കീ വെച്ചിട്ട് കാണാതെ പോയി, കണ്ണാടി വെച്ചിട്ട് കാണാതെ പോയി. ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം എല്ലായിടത്തും നോക്കും. അത് പറയും എവിടെയാണ് ഇവിടെ വെച്ചത്? എന്തോ ചേട്ടനാണെങ്കിൽ അടുത്താ ചോദിക്കുന്നത്. പുള്ളിയുടെ കയ്യിലായിരിക്കും പറഞ്ഞത്. പുള്ളി അടുത്താ ചോദിക്കുന്നത്. ചേട്ടത്തിയോട്. ചേട്ടത്തി പറയും മനുഷ്യനെ എവിടെ കൊണ്ടുവച്ചു? അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ഈസിന്റെ അടുത്താരാ? പിള്ളേരാ. എന്ത് വന്നാലും അതുങ്ങളുടെ തലേരാ. ഇവിടെ കൊണ്ടുവച്ചതാ എന്ന് പറഞ്ഞിട്ട് അതുങ്ങൾക്ക് ഇട്ട് തെറി പറയും. ഇതുപോലെ തന്നെ മാതാവ് ഔസേപ്പിതാവും ചെയ്തത് എന്താണെന്നോ? രണ്ടുപേരും പരസ്പരം പഴിചാരി കാണും. സുവിശേഷകന്മാരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ രേഖപ്പെടുത്താൻ പറ്റും? മാതാവ് ഔസേപ്പ് ചേച്ചി പറഞ്ഞു അവർ ഉപേക്ഷിച്ചിട്ട് പോയത്. അപ്പോ എന്താ പറയുന്നത്? സുവിശേഷകന്മാരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ മാതാവും ഔസേപ്പിതാവും കുറച്ചു നേരം കുറ്റം പറഞ്ഞാണ്. മനുഷ്യർ തന്റെ അടുത്തല്ലേ ഏൽപ്പിച്ചിട്ട് പോയത്. എവിടെയാ കൊച്ചിനെ കളഞ്ഞേച്ച് വന്നേ? അപ്പം ഔസേപ്പിതാവ് നിന്റെ കൂടെ അല്ലേടി അവ എന്തുകൊണ്ടായിരുന്നത്? എന്ത് പറ്റി? അത് കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? പരിചയക്കാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഇടയിൽ അന്വേഷിച്ചു. നമ്മളും ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചുറ്റുപാട് നോക്കും. പിന്നെ അവിടെ എല്ലാം അരിച്ചു പറക്കി നോക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കാണാൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്വാസമൊക്കെ വിട്ട് ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എന്താണെന്നോ? മനസ്സ് പുറകിലേക്ക് പോകും. എന്താണ് ചെയ്യുന്നത്? റീവൈൻഡ് ആയിട്ട് മനസ്സ് സാധാരണ എന്താ ചെയ്യുന്നത്? when did I see last? ഞാൻ ഇത് അവസാനമായിട്ട് എവിടെയാണ് കണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് കണ്ടത് എന്ന് നമ്മുടെ മനസ്സ് ചെയ്യുന്ന ഒരു പ്രക്രിയ. നമ്മൾ ഓർക്കാറില്ല. മനസ്സിനൊന്ന് ശാന്തമായി കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ കുറ്റപ്പെടുത്തലും ബഹളവും ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശാന്തമാകാൻ പറ്റും. ശാന്തമായി കഴിയുമ്പോൾ മനസ്സ് ചെയ്യുന്ന ഇതാണ്. മനസ്സിങ്ങനെ പിന്നിലേക്ക് പോയിട്ട് എവിടെയാണ് ഞാൻ അവൻ അവസാനമായിട്ട് കണ്ടത്? എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ തിരക്കി അവർ അവസാനമായി അവനെ കണ്ടത് എവിടെ വെച്ചാണ്? ദേവാലയത്തിൽ വെച്ച്. അപ്പൊ അവരെന്ത് ചെയ്യണം? തിരികെ പോവുക. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ദൈവത്തെ നഷ്ടപ്പെട്ടു പോകുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വലിയൊരു പാപം എന്ന് നമ്മൾ ലേബൽ ചെയ്യുന്ന പാപം ചെയ്യുന്ന സമയത്തായിരിക്കണമെന്നില്ല. ആത്മീയമായിട്ട് ഞാൻ വളരെ വളർന്നു നിൽക്കുന്നു എന്നൊരു തോന്നല് ഒരുത്തിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഒരുത്തിയുടെ ഉള്ളിൽ എന്ന് കയറി പറ്റുന്നുവോ അവിടെ എന്തും കൂടി കയറി പറ്റുന്നോ? അഹങ്കാരം എന്നൊരു സാധനവും ആത്മീയ അഹങ്കാരം എന്നൊരു സാധനവും കൂടി കയറി പറ്റും. അപ്പോൾ എന്ത് പറ്റുമെന്നോ? ദൈവം അവിടെ നിന്ന് അകന്നു പോകും. ദൈവം അവിടെ നിന്ന് അകന്നു പോകും. അപ്പോ എവിടെയാണ് എനിക്ക് എന്റെ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയത് എന്ന് ഞാൻ ഒന്ന് ശാന്തമായിട്ടിരുന്ന് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ദൈവം നഷ്ടപ്പെട്ടു പോയത് എന്റെയും നിങ്ങളുടെയൊക്കെ സ്നേഹിക്കുവാനുള്ള കഴിവിലായിരിക്കും. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമുണ്ട്. കർത്താവെ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമോ? ചേട്ടാ അതാണ് ഇതാണ്, ഞാൻ ചാകുന്നവരെ കൂടെ ഉണ്ടാകും. എന്ത് വന്നാലും നമുക്ക് ഒന്നിച്ച് നേരിടാം. എന്ത് വന്നാലും നമുക്ക് ഒന്നിച്ച് നേരിടാം എന്നൊക്കെ ആദ്യം ഭയങ്കര ഇതൊക്കെ പറഞ്ഞ് ഇപ്പൊ ഓരോ ദിവസം കഴിയുന്നവരെന്താ? നിങ്ങൾ തന്നെ തീരുമാനിച്ചു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ ആദ്യം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ചിലപ്പോ നമ്മുടെ സ്നേഹത്തിന്റെ മേഖലയിലായിരിക്കും ആര് നഷ്ടപ്പെട്ടു പോയത്? യേശു നഷ്ടപ്പെട്ടു പോയത്. ചിലപ്പോ ക്ഷമിക്കുവാനുള്ള ഒരു മേഖലയിലായിരിക്കും. ചിലപ്പോൾ വിട്ടുകൊടുക്കാനുള്ള ഒരു മേഖലയിലായിരിക്കും. ചിലപ്പോൾ എഴുതപ്പെടാനുള്ള ഒരു മേഖലയിലായിരിക്കും. ചിലപ്പോൾ പങ്കുവെക്കുവാനുള്ള ഒരു മേഖലയിലായിരിക്കും. എവിടെയാ എനിക്ക് എന്റെ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്? എവിടെയാ എനിക്കിപ്പോൾ അന്ധകാരം? എന്റെ ജീവിതത്തിന്റെ സന്ധ്യ എവിടെയാ? എന്നെ സ്നേഹിക്കുവാനുള്ള കഴിവിപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ഡെത്ത് ബെഡിൽ കിടക്കുകയാണ്. നിങ്ങളൊക്കെ നഴ്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡെത്ത് ബെഡിൽ കിടക്കുന്ന ഒരാളുടെ അവസ്ഥ. ഇങ്ങനെ ദീർഘശ്വാസം വലിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ വെളിപാടിന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞതാണ്, ഒരു സഭയ്ക്ക് എഴുതിയപ്പോ ദൈവത്തിന്റെ ദൂതം പറയുന്നതാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. നിനക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് പറഞ്ഞതാണ്, നിന്നിൽ ആസന്നപരമായിരിക്കുന്നതിനെ ഉജ്ജ്വലിപ്പിക്കുക. നമ്മളെ പലപ്പോഴും സ്നേഹം, ക്ഷമ, എളിമ, വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധത, പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത, ഇതൊക്കെ എവിടെയാണെന്നോ ആസന്ന മരണമായിരിക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും. അങ്ങനെ എന്തെങ്കിലും ആസന്ന മരണമായിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ആ മേഖലയിൽ ആരില്ല? ദൈവമില്ല.
എവിടെ വെച്ചാണ് എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയത്? എന്നാ എന്റെ മനസ്സ് ഇത്ര ഹാർഡാകാൻ തുടങ്ങിയത്? എന്നാ എനിക്ക് ഇത്ര ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ എന്റെ ഉള്ളിലേക്ക് കടന്നു? എന്നാ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് എന്നെ ഇത്ര ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഇപ്പോ നേരത്തെ എനിക്ക് ഇത്ര ഇറിറ്റേഷൻ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും, പുള്ളിക്കാരൻ ഷർട്ട് തേച്ചിട്ടാലും കുഴപ്പം, തേക്കാതിട്ടാലും കുഴപ്പം, സാരി ഉടുത്താലും കുഴപ്പം, ഉടുത്തില്ലേലും കുഴപ്പം. മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. എന്ത് പറ്റി? എന്താ എന്റെ ഉള്ളിലേക്ക് കിടന്ന് ഇളകുന്നേ? അവിടെ ഈശോ ഉണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോഴാണ്, ഏത് മേഖലയിലാണ്, എന്ത് കാരണം കൊണ്ടാണ് ദൈവത്തെ എനിക്ക് നഷ്ടപ്പെട്ടു പോയത്? അവിടേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്തുവാൻ ഞാൻ സന്നദ്ധയല്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ കണ്ടെത്തുവാൻ വേണ്ടി പറ്റുകയില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു ദിവസത്തെ യാത്രയെ ഇവര് പൂർത്തിയാക്കിയത്. എത്ര ദിവസം എടുത്താണ് തിരിച്ചു പോകാൻ? ഒരു ദിവസം എടുക്കോ? ഇല്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളൊരു 3 മണിക്കൂർ വണ്ടി ഓടിച്ചു പോയി നിങ്ങളുടെ കൊച്ചിനവിടെ വെച്ച് മറന്നുപോയെങ്കിൽ നിങ്ങൾ തിരിച്ചെന്തുമാത്രം വേഗത്തിൽ പോകും? നിങ്ങൾക്ക് അപ്പോ പിന്നെ സ്പീഡ് ലിമിറ്റ് ഒന്നും നോക്കത്തില്ല, പിന്നെയോ കത്തിച്ചു വിടും. കാരണം എന്താ? കൊച്ചിനെ അപ്പോ തിടുക്കത്തിലായിരിക്കും നിങ്ങൾ തിരികെ പോവുക. അപ്പോ ഇവര് ഒരു ദിവസത്തെ യാത്ര പൂർത്തിയാക്കി. എനിക്ക് തോന്നുന്നു ഒരു അര ദിവസം കൊണ്ട് രണ്ടുപേരും ഓടിക്കണച്ച് എവിടെ എത്തിയിട്ടുണ്ടാകും. എന്നാൽ എത്രാമത്തെ ദിവസം ഇവർ ഈശോയെ കണ്ടെത്തിയത്? അതെന്തുകൊണ്ടായിരിക്കും? ബന്ധുക്കളുടെ ഇടയിലൊക്കെ അന്വേഷിക്കാൻ എന്തായാലും 1 മണിക്കൂറൊന്നും എടുക്കത്തില്ല, ഒരു ദിവസമൊന്നും എടുക്കത്തില്ല. എന്തായാലും ശരി, എല്ലാവരോടും ചോദിക്കേണ്ട കാര്യമില്ല. നോക്കിയാ പോലെ ഈശോ എവിടെ ഉണ്ടെന്ന് ചോദിക്കണോ? ഈശോ ഒരു കുഞ്ഞു സാധനമല്ലല്ലോ പോകറ്റിക്കൊണ്ട് പോകാൻ. നോക്കിയാ പോലെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ ഉണ്ടോ അവൻ? എനിക്ക് ഇവിടെ നോക്കി തന്നെ അതിനെ അറിയാം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് നിങ്ങളുടെ കൊച്ചിവിടെ ഉണ്ടോ എന്ന് നോക്കാൻ ഒത്തിരി സമയം എടുക്കോ? ഇല്ല. എന്നിട്ട് ഇവർ തിരികെ പോവുകയാണ്. തിരികെ പോയിട്ട് 3-ന്റെ അന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈശോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതോ ആം ഐ ടു സ്പീക്ക്? അപ്പോ 3-ന്റെ അന്നാ ഇവരെന്ത് ചെയ്യുന്നത്? ഈശോയെ. കാരണം ഇതാണ് പ്രിയമുള്ളവരെ, ഈശോയെ നഷ്ടപ്പെട്ടു പോകാൻ വളരെ എളുപ്പമാ. എന്നാൽ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഇച്ചിരി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു, ഇച്ചിരി വില കൊടുക്കാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. എന്റെ സമയവും അന്വേഷണവും ഒക്കെ ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കൊടുക്കേണ്ടിയിരിക്കും. എന്നിട്ട് മാതാവ് പറഞ്ഞ വളരെ മനോ കണ്ടെത്തിയപ്പോൾ ഈശോ അമ്മ പറഞ്ഞ എന്താണെന്നോ? മോനെ, നിന്നെ തിരക്കി അങ്ങനെയല്ല പറഞ്ഞ, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ. അത് വളരെ പ്രധാനപ്പെട്ട വാക്ക. എന്താ ഉത്കണ്ഠയോടെ? നമ്മളെല്ലാവരും ഉത്കണ്ഠയുടെ റാണിമാരാ ഇവിടെ ഇരിക്കുന്നത്. ഒരു ലിറ്റിന് ചൊല്ലാണെങ്കിൽ നമുക്ക് പറയാം, ഉത്കണ്ഠയുടെ റാണി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചൊല്ലാൻ പറ്റിയ ഉത്കണ്ഠയുള്ള ആൾക്കാർ എവിടെ ഇരിക്കും. എന്നാല് ഈ ഉത്കണ്ഠകള് യേശു നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന എന്തോരം പേരുണ്ട്. ഉത്കണ്ഠയൊക്കെ ഉണ്ട്. എന്തിനാ ഉത്കണ്ഠ? അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ 1 കോടിയുടെ വീട് പൂർത്തിയാക്കാൻ പറ്റുമോ? ഇവിടെ നിന്നെടുത്ത മോർഗേജ് അടയ്ക്കാൻ വേണ്ടി പറ്റുമോ? ഉത്കണ്ഠ. എന്റെ കൊച്ചു സ്കൂളിൽ പോയിരിക്കുക, അവളിനി ഇംഗ്ലീഷ് പിള്ളേരുടെ കൂടി ചീത്തയായി പോവോ? അത് ഉത്കണ്ഠകളാണ് നമ്മുടെയൊക്കെ. ഉത്കണ്ഠകളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിൽ ഇരിക്കുന്നവരാ നമ്മള്. എന്നാല് യേശു നഷ്ടപ്പെട്ടുവോ? എന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക മേഖലയിൽ ദൈവമില്ലാതെ പോയല്ലോ എന്നതിനെ ഓർത്ത് ഉത്കണ്ഠയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? ഉത്കണ്ഠ നല്ലൊരു വികാരമാണ് യേശുവിനെ അന്വേഷിക്കുന്ന സമയത്താകുമ്പോൾ. അല്ലാതിരിക്കുമ്പോൾ അതെന്തുവാ? നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഈശോ പറയാം, നിന്റെ ആകുലതകൾ ഉത്കണ്ഠകളൊക്കെ എനിക്ക് വിട്. പക്ഷെ എന്നെ കുറിച്ച് ഓർത്ത് നീ ആകുലപ്പെടുന്നുണ്ടോ? യേശു നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എത്ര പേരാ ഇവിടെ ആകുലപ്പെട്ടിട്ടുള്ളത്? എനിക്ക് ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കണ്ട, മോശം. യേശു നഷ്ടപ്പെട്ട് കർത്താവേ, എന്റെ ഈ സ്നേഹിക്കുന്ന, എന്റെ ഈ എളിമപ്പെടുന്ന തലത്തില്, എന്റെ ഈ എളിമയുടെ തലത്തിൽ ദൈവം നീ നഷ്ടപ്പെട്ടല്ലോ എന്ന ഉത്കണ്ഠയോടുകൂടി എളിമപ്പെടാൻ ശ്രമിക്കുന്ന എത്ര പേരാ ഉള്ളത്? കർത്താവേ, എനിക്ക് ഈ പങ്കുവയ്ക്കുന്ന തലത്തില് എനിക്ക് നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ഉത്കണ്ഠയോടുകൂടി പങ്കുവയ്ക്കുന്ന എത്ര പേരാ ഉള്ളത്? ക്ഷമിക്കുന്ന തലത്തില് ദൈവമേ നിന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ഉത്കണ്ഠയോടുകൂടി ക്ഷമിക്കുവാൻ തുടങ്ങുന്ന എത്ര പേരാ ഉള്ളത്? നമ്മുടെ ഉത്കണ്ഠകളൊക്കെ നമ്മുടെ രോഗവും നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങളും ഇതിൽ പലതും തന്നെ നമ്മൾ തന്നെ തലയിലേക്ക് വലിച്ചു വെക്കുന്നതാ. ആരും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല ഈ എന്തോ OCIയും പിന്നെ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്ത് ഇവിടെ കിടന്നാലും നാട്ടില്. കാരണം അടുത്ത വീട്ടില് അവൻ 50 ലക്ഷത്തിന്റെ വീട് വെക്കുമ്പോൾ ഞാൻ 60 ലക്ഷത്തിന്റെ എങ്കിലും വെച്ചില്ലെങ്കിൽ മോശമല്ലേ? മോശമല്ലേ? ഇതാരും ഇടാത്ത ഇങ്ങനത്തെ കാര്യമൊന്നും എനിക്കില്ല. സോറി, ഞാൻ ക്ഷമിക്കും, ഞാൻ ഉണ്ടാക്കി പറയുന്നതായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കൊരു പൊങ്ങച്ചത്തിന്റെ വലിയൊരു ഭണ്ഡാരം പേര് നടക്കുന്നവരാണ് നമ്മൾ.
നമുക്കൊരു നാട്ടിൽ നമുക്കൊരു വളരെ റോങ് ആയിട്ടുള്ള ഒരു പൊങ്ങച്ച സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. വളരെ ഊതിപ്പെരുപ്പിച്ച് ബലൂൺ പോലെ പൊങ്ങച്ചത്തിന്റെ പിന്നിൽ നിൽക്കുക. അപ്പൊ നമ്മുടെ ഇതിന് നമ്മുടെ പിള്ളേരോട് ഇല്ലാത്തത് നല്ലതാ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല പിള്ളേരും നമ്മൾ പറയുന്നത് അനുസരിക്കാത്തത്. എന്താണെന്നോ, നമ്മൾ പിള്ളേരോട് പറഞ്ഞ എന്താ, എടാ അവളുടെ മോൻ പഠിക്കാൻ വേണ്ടാടാ, നീ എന്തുകൊണ്ട് പഠിച്ചുകൂടാ? അവളുടെ മോള് പിന്നെ BDS പഠിക്കുന്നത്, എന്തുവാ ഡെന്റിസ്റ്റ് ആകാൻ പഠിക്കുന്നത്, നീ നേഴ്സ് ആകാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മളെ പൊങ്ങച്ച നമ്മൾ ഈ പിള്ളേരുടെ മുകളിലേക്ക് എന്ത് ചെയ്യണം? അടിച്ചേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ അവരെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടേതായിട്ടുള്ള എന്താ പറയുന്നത്, ഹൗ ഡു ഐ സേ ദാറ്റ്, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഗെയിമിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്റെ പിള്ളേരെ ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അവിടെ ഞാൻ അവിടെ വേണമെങ്കിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ, നമ്മുടെ ചേട്ടത്തിമാരുടെ, എന്റെ ചേട്ടത്തി അമേരിക്കയില, അവളുടെ 2 പിള്ളേരും നല്ല നിലയിലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടെ പോയി നിൽക്കണ്ടേ? ചിലർ ചോദിക്കുന്ന, അച്ഛ ഒന്നുമില്ലെങ്കിൽ എനിക്ക് അവിടെ മുമ്പിൽ പോയി നിൽക്കണ്ടേ? അതുകൊണ്ട് നിൽക്കാൻ ആരെയും ഉപയോഗിക്കുന്നത്? പിള്ളേരാണ് നമ്മുടെ 3 പടി. പിള്ളേരെ പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. എന്തുവാ? അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ ദൈവത്തിന് ഒരു അനുഗ്രഹോത്രേ. പണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്താ, ആദ്യം നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് നഴ്സസ് ആയിരിക്കും അല്ലെ? ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ നഴ്സിംഗ് കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയേ. ആദ്യം ചിലപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ഓട്ടോ ആയിരുന്നു. കർത്താവ് ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട, ഒന്ന് നഴ്സാകാൻ ഒരു അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കർത്താവ് വന്നു, നമ്മൾ പ്രൈസ്തലോട് പറഞ്ഞു, താങ്ക് യു പറഞ്ഞു. അന്ന് നമ്മൾ പറഞ്ഞു, കർത്താവെ ഞാൻ ദശാംശം കൊടുക്കും, എനിക്ക് എന്ത് കിട്ടിയാണ്. അപ്പൊ അന്ന് എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലും ചിലപ്പോൾ ഒരു 500 രൂപ കിട്ടുമ്പോൾ നമ്മൾ എത്ര ദശാംശം കൊടുക്കും? 50 രൂപ കൊടുക്കാൻ നമുക്ക് ഒരു മടിയില്ലായിരുന്നു. 500 രൂപ കിട്ടി നമ്മൾ എത്ര കൊടുത്തു? 50 കൊടുക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അതൊക്കെ കൊടുത്തു. പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നു, കർത്താവ് പഠിക്കാനുള്ള ബുദ്ധി തന്നെ പഠിക്കാം, ഇതെങ്ങനെയെങ്കിലും ഈ പരീക്ഷ ഒന്ന് കടക്കാൻ സഹായിക്കണമെന്ന് കർത്താവ് അവിടെയും സഹായിച്ചു. അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥലത്ത് കിട്ടിയാലും മതി, ഒരു 1000 രൂപ അല്ലെങ്കിൽ 5000 രൂപ കിട്ടിയാലും മതി എന്ന് പറഞ്ഞിട്ട് 5000 രൂപ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? എത്ര? 500 രൂപ മനോഹരമായിട്ട് കൊടുത്തു. കാരണം എന്താ, നമുക്കറിയാം ഇത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. കാരണം എന്താ, 500 ചോദിച്ചു 500 തന്നു, ഞാൻ 50 കൊടുത്തു. 5000 ചോദിച്ചു 5000 തന്നു, ഞാൻ 500 കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവേ എനിക്കൊരു ജോലി എവിടെയെങ്കിലും വിദേശത്ത് വേണം. അത് കഴിഞ്ഞപ്പോൾ അവിടെ പോയി മുട്ടി, ഇവിടെ പോയി മുട്ടി, അത് ചെയ്ത് നമ്മളൊക്കെ പ്ലെയിൻ കയറി ഇവിടെ വന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ എവിടെയെങ്കിലും NHS ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ നടക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര പ്രാർത്ഥന, എഴുതുകയും മുട്ടുമെന്നിക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു, കർത്താവ് നല്ലൊരു ജോലി തന്നു. ഇപ്പൊ എനിക്ക് 50,000 രൂപ ശമ്പളമുണ്ട്. 5,000 രൂപ ദശാംശം കൊടുക്കുന്ന എത്ര പേരുണ്ട്? കൈവക്കണം. കാരണം സെയിം സാധനമാണ്. 500 രൂപ കിട്ടിയപ്പോൾ 50 രൂപ കൊടുക്കാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. 5,000 രൂപ കിട്ടിയപ്പോൾ 500 രൂപ കൊടുക്കാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. 50,000 കിട്ടുമ്പോൾ 5,000 കൊടുക്കാൻ അതും കൊടുത്തെന്നിരിക്കും. എന്നാലോ 1,00,000 രൂപ ശമ്പളമുള്ളവന് 10,000 രൂപ മാസം കൊടുക്കാനും അതിനെ കുറിച്ച് നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ഹീറ്ററിടുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ ഈ ചൂടിൽ തന്നെ നിൽക്കുക. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നതെന്നോ ന്യായവാദം നടത്തുന്നത്. ഇത് കർത്താവ് നടത്തുന്നത് ഗണപത്തേക്കാണോ അദ്ദേഹം നിങ്ങളെ കൊണ്ടുവന്നേ? അതുകൊട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഒരു ചേട്ടനെ കിട്ടിയാൽ മതിയെന്നായിരുന്നു. പിന്നെ ഒരു ചേട്ടനെ കിട്ടി. പിന്നെ നാട്ടിലെ ചേട്ടന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നേഴ്സിനെ കിട്ടിയാൽ മതി, അവൾ എന്തും ആയിക്കൊള്ളട്ടെ. അവളിപ്പോ 2 കെട്ടാണെങ്കിലും 2 കെട്ട് കുഴപ്പമില്ല കേട്ടോ, സോറി, ഞാൻ അങ്ങനെ പറയാൻ നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. അവൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, നേഴ്സിനെ കിട്ടിയാൽ മതി. പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകും, എന്താ കല്യാണത്തിന് എന്തൊക്കെയാ ആലോചിക്കുന്നത്? നല്ല കുടുംബമാണോ, പ്രാർത്ഥിക്കുന്ന കുടുംബമാണോ, നല്ല സ്വഭാവമുള്ള പയ്യനാണോ, അവൻ പള്ളിയിലേക്ക് പോകുന്ന ചെക്കനാണോ, അവളുടെ വീട്ടിലെങ്ങനെയാ, അടക്കൊതുക്കൊക്കെ ഉള്ളതാണോ? എന്നാ ഇപ്പൊ ചോദിക്കുന്നത് എന്താ? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞ ഒരു പാവം കൂടി എന്നെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ എന്താ ചോദിക്കുന്നത്? പെണ്ണെവിടെയാന്ന് മാത്രമല്ല, നേഴ്സാണോ? നാട്ടിലാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് നേഴ്സാണോ? നേഴ്സാണെങ്കിൽ കെട്ടിയിട്ട് എങ്ങനെയും ഭർത്താവിനും കൂടി. ഞാൻ ഈ അടുത്ത കാലത്ത് അമേരിക്കയില് ഷാലോമിന്റെ കൺവെൻഷനുകൾക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോയായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു പുതിയ വാക്ക് പഠിച്ചു. ആ വാക്കിന്റെ പേരാണ് രമണൻ ദിസ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടൻ 2 ചേട്ടന്മാരുടെ സംസാരിക്കും,
എടാ എടാ അവൻ വന്നത് രമണ മിസ്സേലാണ്. അപ്പൊ ഞാനത് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു, ചേട്ടാ ഈ രമണ മിസ്സേ എന്ന് പറഞ്ഞാൽ അയ്യ അച്ഛനൊന്നും അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, അത് നമ്മൾ പണ്ടത്തെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, കാനന ചോലയിൽ ആട് മേയ്ക്കാൻ ഞാൻ വരട്ടെയോ നിന്റെ കൂടെ ആ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി ഭാര്യയുടെ കൂടെ വന്ന ചേട്ടനാണ്. ആ മിസയ്ക്കാണ് രമണൻ മിസ എന്ന പേര്. നിങ്ങൾക്ക് അറിഞ്ഞോടെങ്കിൽ നിങ്ങളുടെ ഒക്കാവുന്നതിൽ ചേർക്കുള്ളൂ കേട്ടോ. അപ്പോ കാരണം ചേട്ടത്തി ഞാൻ വിചാരിച്ചു ചേട്ടൻ അവിടെ രാഷ്ട്രീയമൊക്കെ കളിച്ച് നടന്നായിരുന്നു. ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നു, ചേട്ടൻ ഇപ്പൊ രാഷ്ട്രീയം കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ത് ചെയ്യും, പള്ളി കമ്മിറ്റി കയറിക്കൊള്ളു. അവിടെ എന്ത് ചെയ്യാൻ പറ്റും, മനോഹരമായി രാഷ്ട്രീയം കളിക്കാൻ പറ്റും. ഇനി പള്ളി കമ്മിറ്റിയിൽ അവർ കയറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അസോസിയേഷൻ ഉണ്ടാകും. ഇനിയിപ്പോ ഓൾ എക്സിസ്റ്റിംഗ് അസോസിയേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിളറും. കാരണം നമ്മൾ വളരും തോറും പിളരുകയും പിളരും തോറും പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പിളർത്തും. ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥന ഗ്രൂപ്പോടെ. ഒന്നുമില്ലേലും കോർ ഗ്രൂപ്പിൽ അംഗമെങ്കിലും ആകണം. Am I creating a story? Huh? Am I creating a story? Is it a fiction? No. It is a reality. കാരണം ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ക്ലാസ് ഉണ്ടാവാതെ വിളിച്ച് നടന്നതായിരിക്കും. അല്ലെങ്കിൽ മാണിസാറിന് എനിക്ക് വിരോധമൊന്നുമില്ല, അല്ലെങ്കിൽ മാണിസാറിന് പിന്നാലെ നടന്ന ആളായിരിക്കും. ഇവിടെ വന്നാൽ ചേട്ടനൊന്നും ചെയ്യല്ല. ചിലപ്പോൾ ഞാൻ പല പഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും കണ്ടിട്ടുണ്ട് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ. അവിടെ ഇത്രയും ഓടി നടന്ന മനുഷ്യൻ ഇവിടെ ഒന്നും ചെയ്യില്ലെന്നേ. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു പള്ളി കമ്മിറ്റിയിലേക്ക് കയറി അവിടെ ഒരു തരിയുടെയൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് മോശമല്ലേ. അപ്പൊ ഇങ്ങനത്തെ കുറെ ബിസിനസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നടക്കും. ഇവിടെ പറ്റുന്ന ഇതാണ്, ക്രിസ്തു കൂടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് നമ്മൾ ആദ്യമേ തന്നെ പറയും. പിന്നെ നമ്മളിപ്പോ ചേട്ടൻ പറഞ്ഞ പിന്നെ തണുപ്പാണ്, ഇത് കൊടുക്കാൻ ഇതില്ല, അച്ഛന്മാർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ, നിങ്ങൾക്ക് ഭാര്യയും പിള്ളേരൊന്നും ഇല്ലല്ലോ, അവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും തോന്നിയ ദിവസം പറയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയാവൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കർത്താവിന്റെ കണ്ണിൽ പൊടിയിട്ട് കുറെ പേര്. എന്നാലും മാതാവ് പറഞ്ഞ ഇതാണ്, മാതാവ് ഉത്കണ്ഠയോടുകൂടി അവനെ അന്വേഷിക്കുകയായിരുന്നു. അവനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ അവനടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ. എന്നാൽ പാവം ഈ തള്ള, ഇവർക്കിതൊന്നും. അതുകൊണ്ട് ഉടൻ തന്നെ അവർ ചാടി നിന്നിട്ട് പറഞ്ഞു, എന്താ ഈ പറയുന്നതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞു. നമ്മളങ്ങനെയാ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറയും, ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ മാതാവ് എന്ത് ചെയ്യുന്നു, ഈ കേട്ട കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട്, അങ്ങനെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിലാണ് ഈശോ എങ്ങനെ വളർന്നു എന്നാ പറഞ്ഞേ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ എന്ത് പ്രീതിയിലാണ് വളർന്നു വരുന്നത്, നമ്മളെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം അവരെ. അല്ല, ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാറുണ്ടോ? ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, ഞാൻ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. എന്റെ വാക്കിലും പ്രവൃത്തിയിലും എന്റെ ചിന്തയിലും ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ഞാൻ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് ദൈവത്തിന് ഹിതകരമായിട്ടുള്ളതാണോ അല്ലയോ എന്ന്. എന്റെ ജീവിതത്തിൽ ഞാനത് തുടങ്ങുന്നുവോ അന്ന് എന്ത് പറ്റുമെന്നോ എന്റെ കുടുംബം നേരെയാകും. ഇപ്പൊ നമുക്കൊക്കെ ഭയങ്കര ഭയമാണ് നമ്മുടെ കൊച്ചുങ്ങളെ കുറിച്ച്. അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഇരുന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നാളെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോ നിങ്ങളുടെ പറഞ്ഞാലെന്ന് തോന്നുന്നു, എത്ര വീട്ടിലാ ഒരു ഇംഗ്ലീഷ് പത്രം വരുത്തുന്നേ, എത്ര വീട്ടിലാ ഒരു എല്ലാ ദിവസവും വൈകുന്നേരമെങ്കിലും ടി വിയിൽ ന്യൂസ് കേൾക്കുന്നത്, എത്ര പിള്ളേരെയാ നിങ്ങള് ഹോളിഡേയ്സ് വരുമ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഹോളിഡേക്ക് കൊണ്ടുപോകുന്നത്. നാട്ടിൽ കൊണ്ടുപോകുന്ന കാര്യമല്ല, പാവങ്ങൾ. നിങ്ങൾ കറങ്ങാൻ പോകുമ്പോൾ അതുങ്ങൾ വാല് പോലെ നിങ്ങളുടെ പിന്നാലെ, നിങ്ങൾ പോകുന്ന വീട്ടിലൊക്കെ അതുങ്ങൾ വരണം. ആ സാധനമല്ല ഞാൻ ഈ പറയുന്നത്. എന്തുമാത്രം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുന്നു, എന്തുമാത്രം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ബഹുമാനിക്കുന്നു, എന്തുമാത്രം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഇന്നത്തെ വചന പ്രഘോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കിടക്കാം. അതിനൊക്കെ നമുക്കൊന്ന് എഴുന്നേൽക്കാം. നമുക്ക് ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമുക്കൊന്ന് ഉറക്കി നമുക്കിരിക്കാം. നിങ്ങൾ എല്ലാവരും മാമോദീസ സ്വീകരിച്ച ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. എന്താ മാമോദീസയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ? പരിശുദ്ധാത്മാവ് ലഭിച്ചു, ജ്ഞാനം, ജന്മപാപത്തിൽ നിന്നുള്ള മോചനം, ദൈവത്തിന്റെ മക്കളെന്ന അവകാശം. ഓക്കെ, അത്രയും മതി. ഈ മാമോദീസയിലൂടെ നിങ്ങൾക്ക് 3 തരം ദൈവിക പുണ്യങ്ങൾ അല്ലെങ്കിൽ തിയോളജിക്കൽ വെർച്യൂസ് ലഭിച്ചു എന്ന സഭ പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണെന്ന് അറിയാവോ? വെർച്യൂസ്, സുഹൃതങ്ങൾ, ദൈവിക സുഹൃതങ്ങൾ. യു നോ ഇറ്റ്, തിയോളജിക്കൽ വെർച്യൂസ്. ഞാൻ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി രണ്ടും പറയും. 3 എണ്ണം അല്ല, നിങ്ങൾ പറയണ്ടോ? കുഴപ്പമില്ല, തെറ്റുപറ്റി നോക്കോ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അല്ലെങ്കിൽ വിശ്വാസം, ശരണം, ഉപവി. അപ്പൊ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന 3. കാരണം പലപ്പോഴും പറ്റുന്ന ഇതാണ്, വചനമൊക്കെ കേട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? സഭയുടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലിരിക്കുക. നിങ്ങളുടെ തലയിൽ ഇരുന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിങ്ങളുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുറ്റങ്ങൾ മുഴുവൻ ആൾക്കായിരിക്കും. അല്ലല്ല, സാധാരണ കുറ്റം പറയണെന്താ? അച്ഛന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ലേ? എല്ലാവരെയും കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരും. ഇവർ നമ്മുടെ മക്കളെന്ന് പഠിക്കുന്നതിനാ എന്ന് ചോദിക്കും. അല്ലെ പിന്നെ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും പള്ളി കമ്മിറ്റിക്കൊക്കെ ആയിരിക്കും തറി. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ആരും ഏറ്റെടുക്കും. അപ്പൊ എന്തൊക്കെയാണ് 3 സുഹൃത്തുക്കൾ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇനിയിപ്പോ രാത്രി ആരെങ്കിലും വിളിച്ചിട്ട് ചേട്ടൻ ചോദിക്കും, എടി എന്തൊക്കെയാണ് ആ സുഹൃത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പൊ വിശ്വാസം, പ്രത്യാശ, സ്നേഹം അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് മാമോദീസയിലൂടെ 3 ഐഡന്റിറ്റി, 3 ടൈറ്റിൽസും കൂടി ലഭിച്ചിട്ടുണ്ട്. 3 ഐഡന്റിറ്റി, 3 ടൈറ്റിൽസ്. എന്തൊക്കെയാണെന്ന് അറിയാവോ? 3 titles. Again, teaching, CCC, Catechism of the Catholic Church, Sabha Padana, 3 titles. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി 2 പറയും. ഒന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് എന്താ പറയുക, ഒരു നിങ്ങൾക്കറിയാം, നിങ്ങൾ ജിക്സോ പസിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടോ? ആ പസിൽ കൈ കിട്ടുമ്പോൾ എന്തുവാ ഇതെല്ലാം കൂടി പോയി കിടക്കുന്നു. എവിടെ പൊയ്ക്കണം? എന്നാലും ഒന്ന് വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താകും? ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ പസിലിനെ എടുത്തിങ്ങനെ വെക്കാം. അപ്പൊ ആദ്യം 3 പസിൽ നമ്മൾ വെച്ച് എന്തൊക്കെയാ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇനി ഒരു 3 ടൈറ്റിലൂടെ ഉണ്ട്. എന്തൊക്കെയാ? ഒരെണ്ണമെങ്കിലും. ഓക്കെ, പ്രീസ്റ്റ്. ഇനി 2 യു നോ ഇറ്റ്. പ്രീസ്റ്റ്, പ്രീസ്റ്റ്, പീസ് എന്നല്ല പറഞ്ഞത്. പ്രീസ്റ്റ്, പ്രോഫറ്റ്. ഇനിയെങ്കിലും പറഞ്ഞു നമുക്ക്. പ്രീസ്റ്റ്, പ്രോഫറ്റ്, പ്രീസ്റ്റ്, പ്രോഫറ്റ്, പ്രീസ്റ്റ്, പ്രോഫറ്റ്, കിങ്. കിങ്. അപ്പൊ ഈ 3 ടൈറ്റിൽസ് എന്താണ്? രാജകീയ, പുരോഹിത, പ്രവാചക, ദൗത്യം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നതാ. അപ്പൊ നമ്മള് വീണ്ടും 3 വർഷം കൂടി വെച്ചു. അപ്പൊ ക്രിസ്ത്യാനി എന്ന പിക്ചർ പൂർത്തിയായി. നമ്മൾ ഇതിനെ കുറിച്ചാണ് പറയുമ്പോൾ. എന്തൊക്കെയാണ് നിങ്ങളുടെ 3 ടൈറ്റിൽസ്? യു ആർ എ പ്രീസ്റ്റ്, യു ആർ എ പ്രോഫറ്റ്, യു ആർ എ കിങ്. ഇതാരെ കുറിച്ചാ പറഞ്ഞേ?
അപ്പോൾ നമ്മൾ ഇന്നത്തെ വചനത്തിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുക. അപ്പൊ ഇതാണ്, യു ആർ നോട്ട് ജസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് സിറ്റിംഗ് ഹിയർ, എ സ്കിൻ സാക്ക് ഫുൾ ഓഫ് ബോൺസ് ആൻഡ് ഫ്ലഷ്. നോ, യു ആർ എ priest, you are a prophet, you are a king. നിങ്ങൾ ആരാണ്? നിങ്ങൾ പുരോഹിതരാണ്, രാജകീയ പുരോഹിത ഗണം. പത്രോസ് ശ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനത്തിലെ പത്രോസ് പറയുന്നു, you are a chosen generation, a royal priesthood. അപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങൾ പുരോഹിതരാണ്. നിങ്ങൾ പിന്നെ ആരാ? പ്രവാചകരാണ്. നിങ്ങൾ പിന്നെ ആരാ? രാജാക്കന്മാരാണ്. നമ്മൾ ഈ 3 ടൈറ്റില് മാമോദീസയിലൂടെ ദൈവം എനിക്ക് നൽകിയ 3 ഐഡന്റിറ്റിയാണ്. നമ്മൾ പല ഐഡന്റിറ്റി കാർഡ്സ് കൊണ്ട് നടക്കുന്നവരാണ്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ NHS കാർഡ്, പിന്നെ കോസ്കോയുടെ കാർഡ്, പിന്നെ നിങ്ങൾ പറഞ്ഞു NI കാർഡ്, അങ്ങനെ പലതരത്തില്. പിന്നെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഭാര്യയുടെ ഐഡന്റിറ്റി കാർഡ്, പുറത്തു പോകുമ്പോൾ ഞാൻ സ്റ്റാഫ് നഴ്സിന്റെ ഐഡന്റിറ്റി കാർഡ്, പിന്നെ ചേട്ടന്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ മരുമോളുടെ ഐഡന്റിറ്റി കാർഡ്, അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോൾ പരദൂഷണക്കാരിയുടെ, അങ്ങനെ പലതരത്തിലുള്ള ഐഡന്റിറ്റി കാർഡ് കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ദൈവം തന്ന 3 ഐഡന്റിറ്റികൾ ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? രാജകീയ, പുരോഹിത, പ്രവാചകരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഒരു രാജാവാണ്, ഒരു പുരോഹിതനാണ്, ഒരു പ്രവാചകനാണ്. എന്താ പുരോഹിതൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുക? എന്തോ? വൈദികൻ. വൈദികൻ ചെയ്യുന്നത് എന്താ? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ പ്രീസ്റ്റ്? എന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു. പിന്നെ എന്താ പുരോഹിതൻ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്ന വ്യക്തി. പിന്നെ എന്താ? പാവം പരിഹരിക്കുന്ന വ്യക്തി. പിന്നെ പുരോഹിതരൊന്നും അല്ലാണ്ട് പാവം പരിഹരിക്കുന്നത് കർത്താവ്. സുവിശേഷം വചനം പ്രഘോഷിക്കുന്ന വ്യക്തി. പിന്നെ യേശുവിന്റെ പ്രതിപുരുഷൻ. അപ്പോ നമുക്കിനി തിരിച്ചു വരാം. പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയുള്ളതാണെന്നോ? നമ്മെ സാങ്ക്ടിഫൈ ചെയ്യാൻ, വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഒരു പുരോഹിതന്റെ ദൗത്യം. അവൻ കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ അതിലൂടെ ഞാൻ എന്ത് ചെയ്യപ്പെടുന്നു? വിശുദ്ധി. അവൻ വചനം പ്രഘോഷിക്കുമ്പോൾ തിരുവചനം പറഞ്ഞ പോലെ നിങ്ങൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പൊ അവൻ എന്താ ചെയ്യുന്നത്? ശുദ്ധീകരിക്കുന്നു നമ്മളെ. അവൻ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു? ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോ അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്റെ വിശുദ്ധിക്ക് വേണ്ടി ഉള്ളതത്രേ. അപ്പൊ ഒരു പുരോഹിതന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹി ഡസ് സപ്പോസ് ടു ബിക്കം a means for my sanctification. എന്റെ തന്നെ വിശുദ്ധീകരണത്തിനുള്ള കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? ഒരു പുരോഹിതൻ ചെയ്യുന്നത്. അപ്പോൾ മാമോദീസയിലൂടെ നിങ്ങൾ ഓരോരുത്തരും എന്തായി മാറിയിരിക്കുക? പുരോഹിതന്മാരായിരിക്കുക. ഓ, അച്ഛൻ നേരത്തെ പറയണ്ടേ കുർബാന ഞങ്ങൾ ചെല്ലില്ല. അതല്ല നമ്മളിപ്പോ ഇവിടെ പറയുന്നത്. പിന്നെയോ യു ആർ എ വെറും പുരോഹിതരല്ല. പിന്നെയോ യു ഹാവ് ആൻ അഡ്ജക്റ്റീവ് ബിഫോർ ദാറ്റ്. യു ആർ റോയൽ പ്രീസ്റ്റ്. നിങ്ങൾ ആരാ? രാജകീയ പുരോഹിതരാണ്. പൗരോഹിത്യം വഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ പുരോഹിതൻ ചെയ്യുന്ന എല്ലാം എന്തിനുള്ളതാണ്? സാങ്ക്ടിഫിക്കേഷൻ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയുള്ളതായിരിക്കണം? ആണോ? ഡോണ്ട് ആൻസർ. പ്രശസ്തിക്ക് വേണ്ടിയോ? അപ്പോ പുരോഹിതൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എന്തിനുള്ളതായിരിക്കണം? വിശുദ്ധിക്ക് വേണ്ടി. പ്രിയമുള്ള സഹോദര സഹോദരി, മാമോദീസ എന്ന കൂദാശയിലൂടെ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഐഡന്റിറ്റി ഈസ് ബീങ് എലവേറ്റഡ്. യു ആർ ഗിവൻ എ ന്യൂ ഐഡന്റിറ്റി ആൻഡ് യു ആർ ദ പ്രീസ്റ്റ്, ദ റോയൽ പ്രീസ്റ്റ്. എന്നാൽ എന്റെ പ്രീസ്റ്റ്ഹുഡ് എന്താ? ഞാൻ നിങ്ങൾ ഒരുപോലെയാണോ? എനിക്ക് വേറൊരു പ്രീസ്റ്റ്ഹുഡ് ഇവിടെ ഉണ്ട്. എന്റെ പ്രീസ്റ്റ്ഹുഡിന്റെ ഈ പേരെന്താ? സഭ പഠിപ്പിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. സഭ എന്താണെന്നോ പഠിപ്പിക്കുന്നത്? എന്റെ പ്രീസ്റ്റ്ഹുഡിന്റെ പേരാണ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് ഓർ സെർവന്റ് പ്രീസ്റ്റ്ഹുഡ്. ഞാൻ എന്നെ വിത്ത് യു ഐ ആം എ റോയൽ പ്രീസ്റ്റ്. കാരണം എന്താ? ഞാനും മാമോദീസ മുങ്ങി. യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി. സാധാരണ പഠനങ്ങൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഇഷ്ടമില്ല. നമ്മളിങ്ങനെ വചനം ഇങ്ങനെ കടുക് ഓർക്കുന്ന പോലെ പൊട്ടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കേട്ടോണ്ടിരുന്ന് കൈയടിക്കുകയും മാർക്കിടുകയും ചെയ്യും. എന്നാൽ ഈ ഇങ്ങനെ റിയാലിറ്റിയിലേക്ക്, ഫൗണ്ടേഷൻസിലേക്ക് പോകേണ്ടിയിരിക്കുന്നു കേട്ടോ. യു ആർ എ പ്രീസ്റ്റ്. ഓക്കെ? എന്റെ പ്രീസ്റ്റ്ഹുഡിന്റെ പേരെന്താ? മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. ബട്ട് വിത്ത് യു ഐ ആം ഓൾസോ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. അപ്പൊ ഈ ഫ്രം among the royal priests certain people are called
and ordained to serve. So my job is to kneel down in front of you and serve you. അല്ലാതെ ഞാൻ ഇങ്ങനെ ക്യാബിനെ കാലിൽ കയറ്റി വെക്കുമ്പോൾ നിങ്ങൾ വന്ന് പ്രൈസ് ദി ലോർഡ് അച്ചോ എന്ന് പറഞ്ഞ് എന്നെ സെർവ് ചെയ്യാനുള്ളത് അല്ല. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു തലം, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന ഓണറിന്റെ ഒരു തലം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ് ഞാൻ വന്നത് എന്തിനാ? ശുശ്രൂഷിക്കാനാ, അല്ലാതെ ശുശ്രൂഷിക്കപ്പെടാനല്ല. അപ്പോ ഫോർ യു, വിത്ത് യു ഐ ആം എ റോയൽ പ്രീസ്റ്റ്, ബട്ട് ഫോർ യു ഐ ആം എ സെർവന്റ് പ്രീസ്റ്റ്. അപ്പൊ ഞാനൊരു പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാ? ഐ ആം സെർവിങ് യു so that you can live your royal priesthood in its fullness. ഇത് അവിടെ നിൽക്കട്ടെ. ഈ പ്രീസ്റ്റ്, രണ്ട് പ്രീസ്റ്റുമാർ, ഒരു പ്രീസ്റ്റും ഒരു പ്രീസ്റ്റത്തി, ഇവർ രണ്ടുപേരും വിവാഹം എന്ന കുദാശയിലൂടെ ഒന്നിക്കുമ്പോൾ എന്താ ചേട്ടാ ചേച്ചി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? പരസ്പരം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തിനുള്ളതായിരിക്കണം? ദൈവമഹത്വത്തിനുള്ളതല്ല. ചേച്ചി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചേട്ടന്റെ വിശുദ്ധീകരണത്തിനുള്ളതും, ചേട്ടൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചേച്ചിയുടെ വിശുദ്ധീകരണത്തിനുള്ളതും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ പരസ്പരമുള്ള വിശുദ്ധീകരണത്തിനുള്ളത് ആയിരിക്കും. അവിടെയാണ് നീ എന്ത് ചെയ്യുന്നത്? നിന്റെ ബാപ്റ്റിസം കോളായ പ്രീസ്റ്റ്ഹുഡ് ജീവിക്കുന്നത്. അപ്പോ ഓരോ ഭാര്യയും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നോ? ആ നിന്റെ പ്രവൃത്തികളിലൂടെ, നീ പറയുന്ന കാര്യങ്ങളിലൂടെ, നീ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ, നിന്റെ ഓരോ ത്യാഗ പ്രവൃത്തികളിലൂടെ നീ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? നിന്റെ ഭർത്താവിനെ വിശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഭർത്താക്കന്മാരെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആത്യന്തികമായി എന്തിനുള്ളതായിരിക്കണം? വിശുദ്ധീകരണത്തിൽ. കാരണം നീ ആരാ? യു ആർ എ പ്രീസ്റ്റ്. ഇത് മറന്നുപോയതാണ് നമ്മുടെയൊക്കെ ട്രാജഡിയുടെ തുടക്കം. കാരണം മാമോദീസയിലൂടെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ദൗത്യമാണ്. ഞാനൊരു പുരോഹിതനത്രേ. നിങ്ങൾ ഓരോരുത്തരും പുരോഹിതരാ. യു ആർ എ പ്രീസ്റ്റ്, എ റോയൽ പ്രീസ്റ്റ്. അല്ലാതെ വെറുതെ ആപ്പ ആൾക്കാരൊന്നുമല്ല നമ്മൾ, അപ്പത്തെ വീട്ടില് വളർന്ന ആൾക്കാർ. അവിടെ when you go out, you should have that dignity with you, that I am a priest. Everything that I am going to do is for the sanctification. I am a priest. The second one, you are a prophet. ചെയ്യുന്നത് എന്തൊക്കെയാ? പ്രോഫറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടോ? പ്രവാചകൻ. പ്രവാചകന്റെ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ പറഞ്ഞു പ്രോഫറ്റ്. അപ്പൊ പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? വചനപ്രഘോഷണം, ദൈവത്തിന്റെ ഇഷ്ടം, വിശുദ്ധ ജീവിതം നയിച്ച് പ്രവചിക്കുന്ന വ്യക്തി. മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ദൗത്യം. അത് നമ്മൾ പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകൾ ജനങ്ങൾക്ക് ഓക്കെ. പ്രവാചകന് ഈ ഒരു തലമല്ല ഉള്ളത്. പ്രവാചകൻ രണ്ട് തലങ്ങൾ. കേട്ടോളണം കേട്ടോ, പഠിക്കാനുള്ളതാണ്. പഠിച്ചിട്ട് പിള്ളേരെ കൂടി പഠിപ്പിക്കേണ്ടതാണ്. അവിടെ ഉറക്കം നോക്കിക്കളല്ലേ കേട്ടോ. അപ്പൊ പ്രവാചകന് രണ്ട് ദൗത്യങ്ങളാണുള്ളത്. ഒന്നിതാണ് പ്രവാചകൻ, എ പ്രോഫറ്റ് സ്റ്റാൻഡ് in front of God for the people. ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാണ്? പ്രവാചകൻ. രണ്ടാമത് എന്താണെന്നോ? ദൈവത്തിന് വേണ്ടി ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ പ്രവാചകൻ. പ്രവാചകന്റെ രണ്ട് ദൗത്യ. ഒന്ന് ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ, രണ്ട് ദൈവത്തിന് വേണ്ടി. ഈ രണ്ട് ദൗത്യം ചെയ്യണമെങ്കിൽ പ്രവാചകന് മറ്റു രണ്ട് ഗുണങ്ങളും കൂടി വേണ്ടിയിരിക്കുന്നു. ഒന്നിതാണ്, ജനത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നിൽക്കണമെങ്കിൽ പ്രവാചകൻ ആദ്യം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഇല്ല, ജനത്തെ കേൾക്കേണ്ടിയിരിക്കുന്നു. ജനത്തെ കേട്ടാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന് മുമ്പിൽ വന്ന് കേട്ട കാര്യം പറയാൻ പറ്റൂ. രണ്ടാമത് അവന് വേണ്ട എന്താ? ദൈവത്തെ കേൾക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ജനത്തിന്റെ മുമ്പിൽ വന്ന് ദൈവം പറഞ്ഞത് പറയാൻ പറ്റൂ. നമുക്ക് ഒത്തിരി ഫോൾസ് പ്രവാചകന്മാരുണ്ട്, ഒത്തിരി വ്യാജ പ്രവാചകന്മാരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ മനസ്സിൽ തോന്നുന്നത് അവര് വിളിച്ചു പറയും. അവരൊരിക്കലും ജനത്തെ കേൾക്കില്ല. അവർ പറയുന്നത് ആര് കേട്ടോളണം? അങ്ങനത്തെ ഒത്തിരി പ്രവാചകരിപ്പുണ്ട്. ധ്യാന പ്രസംഗങ്ങളുടെ വേഷത്തിലും ധ്യാന ഗുരുക്കന്മാരുടെ വേഷത്തിലും. എന്തുണ്ട്? അവർക്ക് തോന്നുന്ന കാര്യവും അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കും.
അവരുടെ പാപങ്ങളെന്ന് അവരും ചെയ്യും, മറ്റുള്ളവർ തലയിൽ കൊടുത്തിട്ട് നീയും അങ്ങനെയാണ് എന്ന് പറയും. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ വചനം പ്രവചിക്കാൻ കേൾക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? കുറെ കുറ്റബോധമായിട്ട് നമ്മൾ തിരിച്ചു പോകും. കുറെ കുറ്റബോധം, അയ്യോ ഞാൻ എങ്ങനെയൊക്കെയാണ് തിരിച്ചു പോകും. അല്ല, ഒരിക്കലും വചനം തരേണ്ടത് ജീവൻ. വചനം പ്രവേശനം കഴിയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകേണ്ടത്? ചാടി എഴുന്നേക്കേണ്ടിയിരിക്കുന്നു, ഉണർവോടുകൂടി എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം നീ ആരാ? പ്രവാചകനും പുരോഹിതനും രാജാവും അത്രേ. അപ്പോ പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇതാണ്. ആദ്യം ജനത്തെ കേൾക്കുക. ജനത്തെ കേൾക്കുക എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ചെവി കൊടുത്ത് കേൾക്കണമെന്നല്ല. പിന്നെയോ അതൊരു ഭാഗം മാത്രമോ. പിന്നെയോ യു ഹാവ് ടു ബി അറ്റൻറ്റീവ് ടു ദ നീഡ്സ് ഓഫ് യുവർ പീപ്പിൾ. എന്താ ഇവിടെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ എന്താ കേൾക്കേണ്ടത്? അച്ഛാ ഒന്ന് നിർത്തിയിട്ട് പോകാവോ എന്ന് നിങ്ങൾ പറയണം. ആര് കേൾക്കണം? ഞാൻ കേൾക്കണം. അപ്പൊ പലരും പറയും എന്താ മനസ്സിലായില്ലേ ഇത്ര നേരം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. ചേച്ചി ഒരു പ്രവാചകയാണ്. ചേച്ചി ആദ്യം എന്താ ചെയ്യേണ്ടത്? ജനത്തെ കേൾക്കാനൊന്നും പോണ്ട. ആദ്യം ഭർത്താവിനെയും പിള്ളേരെയും ഈ ജനത്തെ കേൾക്കുക എന്ന് പറഞ്ഞത് മൊത്തം ഇതിലേക്ക് വരുമ്പോ ആദ്യം ഇത് എവിടെയാ തുടങ്ങേണ്ടത്? ആ ചേച്ചിമാരെ, നിങ്ങൾ കക്ഷത്തിൽ ബൈബിളും വെച്ച് അടുത്ത വീട്ടിലെ ചേച്ചി നന്നാക്കാൻ പോണം. നിർത്തിക്കുക. എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഭർത്താവ് പറയുന്ന കാര്യം ഞാൻ കേൾക്കുന്നുണ്ടോ? അവന്റെ മുഖത്ത് ഒരു ഭാവമാറ്റം വരുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ടോ? ആം ഐ സെൻസിറ്റീവ് ടുവേർഡ്സ് മൈ ഹസ്ബൻഡ്? ഞാനിങ്ങനെ ദമ്പതിമാരുടെ യാത്ര നടത്തുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. 2 കസേര മുഖത്തോട് മുഖം എടുത്തിട്ട് ഞാൻ ചേട്ടനെയും ചേച്ചിയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒന്ന് നോക്കാൻ പറയും. അപ്പൊ അവർ അയ്യേ, ഞാൻ പറയുന്നത് 10 മിനിറ്റ് നേരം ഞാൻ വേറെ ഒന്നും പറയില്ല. മിണ്ടാനും പാടില്ല, ചിരിക്കാനും പാടില്ല. ഒന്ന് മുഖത്ത് നോക്കിയിരുന്നേ. ചേട്ടന്മാരും ചേച്ചിമാരും അടുത്ത തിരിപ്പുണ്ടോ? വേണ്ട. പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്താൻ നോക്കിയതാ. വേണ്ട. എന്ത് ചെയ്യുന്നോ? നീ നിന്റെ ഭർത്താവിനെ കേട്ടിട്ട് എത്ര കാലമായി? ഈ അങ്ങനെ ദമ്പതി ഞാൻ വരുമ്പോൾ ചില സമയത്ത് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ചേച്ചി കാണുന്നത് ചേട്ടന്റെ ഇവിടേക്ക് ഇത്തിരി ചുളുങ്ങിയല്ലോ, ചേട്ടന്റെ മുടിയൊക്കെ ഇത്തിരി നരച്ചല്ലോ. അയ്യോ ചേട്ടാ ഇതെപ്പോഴും. അപ്പൊ ചേട്ടൻ പറഞ്ഞു എടിയിൽ നരച്ചിട്ട് കാലം കുറെ നീ കണ്ടില്ലല്ലേ. കാരണം എന്താ? നോക്കിയിട്ട് കാലം കുറെ കാണുന്നുണ്ട്, എന്നാൽ നോക്കാറില്ല. ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാണുന്നുണ്ട് പക്ഷെ നോക്കാറില്ല. നോക്കുക എന്ന് പറഞ്ഞാല് you need to put all your heart and mind to look. നീ നിന്റെ ഹൃദയവും ശ്രദ്ധയും ഒക്കെ കൊടുത്താലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നോക്കാൻ പറ്റത്തുള്ളൂ. കാണുന്നത് കണ്ണിന്റെ ധർമ്മമാണ്. അത് നീ ഇങ്ങനെ നടന്നാൽ കണ്ടേ പറ്റൂ. അയാൾ കാലമോളം ദൈവം നിൽക്കുന്നു. അങ്ങോട്ട് കൂടി പോകാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുന്നു, ഇങ്ങോട്ട് പോകാൻ വെച്ചാൽ അവിടെ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെയാണ് കാണുക എന്ന് പറയുന്നത്. കാണുക എന്നത് കണ്ണിന്റെ ധർമ്മം അത്രേ. കണ്ണ് തുറന്നിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? കാണും. പക്ഷെ നോക്കുക എന്ന് പറഞ്ഞാലോ, ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ പോയി ചേച്ചി എന്ത് ചെയ്യണം? നോക്കുകയാണ്. ഇതാണ് വ്യത്യാസം. ഞാൻ നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട് പക്ഷെ ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എന്ത് ചെയ്യണ ചേച്ചി? നോക്കുന്ന ഞാൻ ചേച്ചിയെ നോക്കുന്നത്. അപ്പോ നോക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. യു നീഡ് ടു പുട്ട് യുവർ ഹെഡ്, യുവർ ഹാർട്ട്, യുവർ മൈൻഡ് ടു ദ പേഴ്സൺ. ഞാൻ എന്റെ ഭർത്താവിനെയും പിള്ളേരെയൊക്കെ കാണാറുണ്ട് എല്ലാ ദിവസവും. പക്ഷെ ഞാൻ എത്ര കാലമായി അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് അയ്യേ അതൊക്കെ പണ്ടല്ലായിരുന്നു. പക്ഷെ 2-3 പിള്ളേരെ കാര്യം എനിക്ക് നോക്കാനൊക്കെ പറ്റും. ഈ നോക്കുന്നത് പിള്ളേരുണ്ടാകുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യം മാത്രമല്ല, പിന്നെയോ അവസാന ശ്വാസം വലിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? എന്റെ ഭർത്താവിനെ നോക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയൊരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഒരേ കൂരയുടെ കീഴിൽ താമസിക്കുകയും ഒരേ കട്ടിൽ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾ പരസ്പരം നോക്കിയിട്ട് എത്ര കാലമായി? ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ അറ്റൻഷൻ കൊടുത്തിട്ട് എത്ര നാളായി? നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങളുടെ അറ്റൻഷൻ കൊടുത്തിട്ട് എത്ര കാലമായി? നിങ്ങളോട് ചോദിക്കുക സഹോദരന്മാരെ, ഞാൻ എത്ര നാളായി എന്റെ ഭർത്താവിനെ ഒന്ന് നോക്കിയിട്ട്, അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടിട്ട്. കേൾക്കുക എന്ന് പറഞ്ഞാൽ അയാൾ കിടന്ന് ചലയ്ക്കുന്ന ചലപ്പല്ല, പിന്നെയോ പറയാതെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാ ദിവസവും. നമ്മൾ ചേട്ടാ ഭക്ഷണം കൊള്ളാവോ എന്ന് കുറെ ഉപ്പ് വാരിയിട്ടിട്ട് പറയുമ്പം അവളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ചേട്ടൻ പറയും കൊള്ളാം.
എന്ന് പറയുമ്പോ ചേട്ടൻ കൊള്ളാന്ന് പറഞ്ഞല്ലോ. എന്നല്ല പിന്നെയോ അതിന്റെ ടോണ്, ആ പറഞ്ഞപ്പോ പുള്ളിക്ക് മുഖത്തുണ്ടായ മുഖമാറ്റം, ഇതിനൊന്നും സമയമില്ലല്ലോ, ഡ്യൂട്ടി. ചേട്ടൻ വന്നിട്ട് വേണം എനിക്ക് പോകാൻ, ഞാൻ വന്നിട്ട് വേണം ചേട്ടന്. ഇതൊക്കെ കൊണ്ടിട്ട് എവിടെ പോകാനാ അദ്ദേഹത്തിന്റെ ഒത്തിട്ട്? ഈ ഓട്ടൊക്കെ ഓടിയിട്ട് ഇതൊക്കെ കൊണ്ട് എങ്ങോട്ട് പോകാനാ? നമ്മളൊക്കെ ഇങ്ങനെ വെള്ളയൊക്കെ വിരിച്ചിങ്ങനെ കിടക്കും പള്ളിയുടെ. അത് അങ്ങോട്ടാ പോകുന്നത്. ഈ ഓട്ടൊക്കെ ഓടിയിട്ട് സ്വർണം, എന്റെ കയ്യിൽ സ്വർണം കിടക്കുന്നു, എന്നിട്ട് ചേച്ചി തന്നതാ. ഞാൻ മരിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഉറപ്പ് ആരെങ്കിലും വന്ന് ദൂരി ഇട്ടുണ്ട്. എനിക്ക് 5 ചേച്ചിമാരാണ്. ഓ ഞങ്ങളുടെ പുന്നാര അനിയനല്ലേ ആ സ്വർണ്ണം ഇട്ടുകൊണ്ട് പോട്ടെ എന്നാരും പറയില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ചേച്ചി, ഓ എനിക്ക് വേണ്ടി കുടുംബം വരെ വിട്ടിട്ട് വന്ന ചേട്ടനാ, അതുകൊണ്ട് ഇതെല്ലാം ഇട്ട് തന്നെ എനിക്ക് എന്നെ അളക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് മിഥ്യാധാരണ ഉണ്ടാകല്ലേ, അതെടുത്തിട്ടെ പ്രിയപ്പെട്ട ചേട്ടൻ ബൈ പറയത്തുള്ളൂ. അപ്പൊ ഈ കിടന്ന് ഓടുന്നത് ഈ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഞാൻ ഓടുകയും രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെ അവൾ ഓടുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടി? ആഹാരം തീറ്റിക്കാണ്. ഇതിന്റെ ഇടയിൽ മക്കൾക്ക് അപ്പൻ ആരാണെന്ന് അറിയില്ല, അമ്മയാണ്. അത് പറയും പിള്ളേർ എന്ത് ചെയ്യണം? അപ്പൊ ആവലാതിയാണ് പിള്ളേര് പഴിയേറ്റി പോവാം. അപ്പൊ പഴിയേറ്റാർക്കാ? ഇംഗ്ലീഷുകാർക്ക്. പഴി കുറ്റമൊക്കെ ആർക്കാ? ഇംഗ്ലീഷുകാർക്ക്. പാവങ്ങള് അവര് സഭയ്ക്ക് വേണ്ടി ചിന്തിയ രക്തവും. നിങ്ങൾക്ക് UK-ലെ കാത്തലിക് ഹിസ്റ്ററി അറിഞ്ഞുകൂടാത്തോണ്ടാ. ഇവിടെ ആംഗ്ലിക്കനൈസ് നടന്നപ്പോൾ കാത്തലിക് എന്ന് പറഞ്ഞാൽ കഴുത്തറുത്ത് കളയുന്ന സമയത്ത് പോലും പുരോഹിതരെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയും അങ്ങനെ സഭയ്ക്ക് വേണ്ടി ജീവനും സ്വത്തും കൊടുത്ത കത്തോലിക്കരെ എവിടെ ഉള്ളത്? അവർ നിങ്ങളെപ്പോലെ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കും. അതുകൊണ്ട് അവർ മോശക്കാരാണ് എന്ന് ദയവ് ചെയ്ത് ലേബലുണ്ടാക്കി മക്കൾ അവരെ വെറുപ്പിക്കരുത്. പിള്ളേർ വീട്ടിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞു വിടുന്ന ആദ്യത്തെ കാര്യം എന്താ? അവരടുത്തൊന്നും പോയി കൂട്ടുകൂടി കളയരുത്. അത് നിങ്ങളുടെ ഭയോ. നിങ്ങളുടെ ഭയം നിങ്ങൾ എന്ത് ചെയ്യണം? പിള്ളേരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക. കാരണം എന്താ? നീ ശ്രദ്ധിക്കുന്നില്ല, നീ കേൾക്കുന്നില്ല, നിന്റെ പ്രവാചക ദൗത്യം നീ ചെയ്യുന്നില്ല. നിന്റെ മക്കളുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും ഒക്കെ ഉള്ളിൽ കേട്ടുന്ന നിലവിളി നീ കേൾക്കുന്നില്ല. ഇത് കേട്ടാൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ കേട്ട കാര്യങ്ങളൊക്കെ ഈശോയുടെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കാൻ പറ്റൂ. അല്ലായെങ്കിൽ നീ ചെയ്യുന്ന എന്താണെന്നോ, നിന്റെ തോന്നലുകൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നു. അല്ലാതെ നിന്റെ ഭർത്താവിന്റെയോ മക്കളുടെയോ യഥാർത്ഥ നീടല്ല. യഥാർത്ഥ നീട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് കേൾക്കേണ്ടിയിരിക്കുന്നു. അതിന് സമയം വേണോ? അതിനൊരു 2-3 മണിക്കൂർ ജോലിയൊക്കെ കുറയ്ക്കുന്നേ. അതിന് കുറച്ച് കിട്ടുന്ന കാശ് തിന്നാ മതി. അല്ല ഇത് എന്തിനാ ഈ ഓട്ടം? എന്നിട്ട് പറയണം, അയ്യോ ഇനി ഇച്ചിരി പിള്ളേരൊക്കെ ഒന്ന് വലുതായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ജീവിക്കാൻ. ജീവിച്ചത് അന്ന് ജീവിക്കും. അന്നൊക്കെ ജീവിച്ചിട്ട് എന്തിനാ? പിള്ളേരൊക്കെ വളർത്തി വലുതാക്കി ഒരു നിലയിലേക്ക് എത്തിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചു. അങ്ങനത്തെ ഒരു ജീവിതമില്ല. ഇന്ന് നടക്കേണ്ടതാ. ഇന്ന് മാത്രമേ നിന്റെ കയ്യിലുള്ളൂ. ഇന്നലെ നിന്റെ കയ്യിൽ നിന്ന് പോയി. നാളെ നിനക്ക് കിട്ടോ ഇല്ല നിനക്ക് അറിയത്തില്ല. നിനക്ക് എന്താ ഉള്ളത്? ഇന്നില് ജീവിക്കൂ. ആഗ്രഹങ്ങളും ഉത്കണ്ഠകളും ഒക്കെ കർത്താവിനെ ഏൽപ്പിക്കൂ. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ ലത്തീംപള്ളിയിലാണ് പോയെങ്കിൽ സുവിശേഷ വായന ഇതായിരുന്നു. എന്തുവാ? ആ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ. നിങ്ങൾക്ക് ബാക്കി അറിയാം, അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞു നിർത്തിയത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നേ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഏറ്റവും വലിയ. ഇത് ചില ആൾക്കാരുണ്ട്, ലൈബ്രറിയിൽ പോകും, ബുക്കുകളൊക്കെ കാണാൻ പറയും, കർത്താവ് ഇതെല്ലാം എനിക്ക് വായിക്കും. അത് 1 എടുക്കും 2 എടുക്കും 3 എടുക്കും. അത് വീട്ടിൽ കൊണ്ട് വീട്ടിലെ ലൈബ്രറി വെക്കും. അത് കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസം. എന്തുവാ? ഞാൻ ബുക്ക് വായിച്ചല്ലോ. ആശ്വാസം ഇതാണ്. ഞാൻ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്തു, വായിച്ചു. എവിടാ? ലൈബ്രറിയിലെ പുസ്തകം എടുത്ത് എന്റെ വീട്ടിലെ ലൈബ്രറി വെച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്തുവാ? ഞാൻ വായിച്ചു, ഞാൻ ബുക്ക് എടുത്തല്ലോ. ബുക്ക് ഒരു പുസ്തകം ഒന്ന് ഇരുന്ന് വായിച്ചിട്ട് എത്ര കാലമായി. ഒരു പുസ്തകം, ഒരു ആത്മീയ പുസ്തകം, അല്ലെങ്കിൽ ഒരു ഹാരി പോട്ടർ പോട്ടെ,
ആ ഡാവിഞ്ചി കോഡ് നമുക്ക് ഒത്തിരി വയ്യാത്ത കാര്യം ഒന്ന് വായിക്കുന്നത് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു സാധനം ഈ ശാലോമം മറിച്ചു നോക്കുന്നതും വചനോത്സവം മറിച്ചു നോക്കുന്നതും അല്ലാതെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻഷ്യൽ ആയിട്ട് വായിച്ച് ഈ തലയ്ക്കകത്തോട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് എത്ര കാലമായി. കാരണം ഈ തലയ്ക്കകത്തോട്ട് വല്ല ഇട്ട് കൊടുത്താലേ അവിടെ എന്ത് ചെയ്യുള്ളൂ, വല്ല വളർച്ചയൊക്കെ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ മുരടിച്ചുകൊണ്ടിരിക്കും. പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാത്രം ഉണ്ടാകത്തുള്ളൂ, അല്ല പുതിയതായിട്ടൊന്നും ഉണ്ടാകില്ല. അപ്പോ നിനക്ക് എന്താ ദൗത്യം? യു ആർ എ പ്രോഫറ്റ്. നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം നീ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അവൻ അതിന് മറുപടി എന്ത് പറയുന്നെന്ന് കേട്ടിട്ട് വന്ന് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ ഭർത്താവിനോടും മക്കളോടും പ്രവചിക്കേണ്ടിയിരിക്കുന്നു. ഹേ, നീ പ്രവാചകനാ, നിന്റെ പ്രവാചക ശബ്ദം ഇല്ലാതായതാണ് ഇന്നത്തെ കുഴപ്പം. പറയുന്ന നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് വീട്ടിൽ, ഇല്ലേ? ഭർത്താവിനോട് എല്ലാ ദിവസവും പ്രസംഗിക്കുന്നില്ലേ? മക്കളോട് പ്രസംഗിക്കുന്നില്ലേ എല്ലാ ദിവസവും? പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള സാധനങ്ങളാ, അല്ലാതെ അവിടെ നിന്ന് കേട്ട സാധനം. ദിസ് ഈസ് ദ പ്രോബ്ലം. ട്രാജഡി ലൈസ് ഹിയർ. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും മാത്രം എന്ത് ചെയ്യണം? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചിട്ട് നമ്മൾ പ്രവാചകരാകിയ കുടുംബത്തിൽ പ്രവചിക്കാൻ പറ്റുന്നില്ല. ഭാര്യ പറയുമ്പോൾ ഭർത്താവ് തിരിഞ്ഞിരിക്കുന്നു, മക്കൾ തിരിഞ്ഞിരിക്കുന്നു. അവർക്ക് വായെടുത്ത ഇത് മാത്രമുള്ള അച്ഛ പറയാൻ. ഇത് തന്നെ കെട്ടിയതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നു. അതിന് കാരണം ഇതാണ്, ഇവിടെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, പണ്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ. This is the tragedy. You can't live up to your prophetic call. You are a prophet. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും സിറ്റുവേഷനെയും കേൾക്കുക. എന്താ എന്റെ ഭാര്യ പറയുന്നത്? വരികൾക്കിടയിൽ വായിക്കുക. എല്ലാം വാഗൊണ്ട് പറയുന്നതായിരിക്കില്ല ചേട്ടൻ പറയുന്നത്. ചിലപ്പോ പിള്ളേർ വീട്ടിൽ വന്നിട്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കുകയായിരിക്കും. അതിന് വേറൊരു കാര്യം ഉണ്ടാവും. നിങ്ങൾ നശിപ്പിക്കുന്നതിന് പിള്ളേരെ വഴക്ക് പറയില്ലേ? പിള്ളേരൊന്ന് കേക്ക്, മോനെ നീ എന്തുകൊണ്ടാണ് ഈ നാശീകരണം നടത്തുന്നത്? അത് നിങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞ് പറയത്തില്ല. പിന്നെയോ യൂണിറ്റ് ഡിഫറെന്റ്. അത് നമുക്കിന്ന് എന്തില്ല, സമയമില്ല. ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്തായി കെട്ടിപ്പോക്കുന്നേ? നിങ്ങൾ വന്ന് കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ കുറച്ച് കഴിയുമ്പോൾ തല തിരിച്ചു പോകുമ്പോ അത് ഇംഗ്ലീഷുകാരുടെ കുറ്റം പറയണ്ട. പിന്നെയോ നീ നിന്റെ പ്രവാചക ദൗത്യം ചെയ്യുന്നില്ല. നീ നിന്റെ മക്കളെ കേൾക്കുന്നില്ല, ഭർത്താവിനെ കേൾക്കുന്നില്ല, ഭാര്യയെ കേൾക്കുന്നില്ല. അവരുടെ യഥാർത്ഥ നീഡ് എന്താണെന്ന് നീ ചോദിച്ചിട്ട് എത്ര നാളായി? ഒരു കൊച്ച് ജനിച്ചതോടുകൂടി ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം പലപ്പോഴും തീർന്നു. കൊച്ചുങ്ങളെ കുറ്റം പറയുന്നല്ല കേട്ടോ, പാവങ്ങള്. They are the greatest gift of God. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ, അവർ വന്നു എന്ന കുറ്റം കാരണം നമ്മൾ പരസ്പരം സംസാരിക്കാറില്ല. Hey, every husband and wife, you need to have your own time. അതാണ് നമ്മൾ അത് ഇംഗ്ലീഷുകാരുടെ സ്റ്റൈലാണ്. ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല. അതിനും അവർക്കാ കുറ്റം. എത്ര നാളായി നീ നിന്റെ ഭാര്യയുടെ കൂടെ ഒന്ന് ഇരുന്ന് കൈയൊക്കെ ഒന്ന് പിടിച്ച് ചേർന്നൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് എത്ര നാളായി? അയ്യ, അതൊക്കെ ഇനി പറ്റുമോ? അത് 90-ാം വയസ്സിൽ നടക്കേണ്ട കാര്യമാണ്. കാരണം എന്താ? മരണം നിങ്ങളെ വേർപെടുത്തുന്നത് വരെ എന്നാണ് പള്ളിയിൽ മുമ്പിൽ നിന്ന് വലിയ മൈക്കിന്റെ മുകളിൽ വിളിച്ചു പറഞ്ഞത്. പണ്ട് വീഡിയോഗ്രാഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നപ്പോഴേ ഈ ബ്യൂട്ടി പാർലറിൽ പോയി കുട്ടിയൊക്കെ ഇട്ട് നമ്മളൊന്നും ഇങ്ങനെ ഇരുന്നില്ലായിരുന്നു. മറന്നുപോയോ ആ ദിവസമൊക്കെ? കുട്ടിയൊക്കെ ഇട്ട് പെയിന്റൊക്കെ അടിച്ച് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയോ അച്ഛൻ പറഞ്ഞു, മരണം വരെ, അവസാനം വരെ, ദാരിദ്ര്യത്തിലും സമ്പത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും, അതൊക്കെ നമ്മൾ തത്ത് പറയുന്ന പോലെ പറഞ്ഞു. വിറയ്ക്കലായിരുന്നു. ചേട്ടൻ ഫോട്ടോ എടുക്കുന്നത് ശരിയാകുന്നുണ്ടോ? ഫേസ്ബുക്കിൽ ഇടേണ്ടതല്ലേ? അതിപ്പോ വന്നതാ, നിങ്ങളുടെ കാലത്തതില്ലായിരുന്നു. അത്രയും പാപം കുറഞ്ഞു കിട്ടി. അപ്പൊ ഇതിന്റെ പിന്നാലെ പോകുന്നപ്പോ എന്ത് ചെയ്യുന്നോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് യാതൊരു പിടുത്തവുമില്ല. മരണം നമ്മെ വേർപെടുത്തുന്നത് വരെ, അവർ വിവാഹശേഷം അവർ മാതാപിതാക്കളെ വിടുകയും ഒരേ ശരീരമായി തീരുകയും ചെയ്യും. നിങ്ങൾ എത്ര നാളായി നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടൊന്ന് ഇപ്പൊ ചേട്ടന്മാരും ചേച്ചിമാരും ഒരു എക്സസൈസ് ഈ ലണ്ടൻ പീരീഡിൽ ചെയ്യുക. 40 ദിവസം, ഇപ്പൊ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, ഒന്ന് ചേട്ടാ ഒരു കാര്യം പറയാനുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നടന്നൊന്ന് ഇരുന്നിട്ട് അയാളെ മുഖത്തോട്ടൊന്ന് നോക്ക്. വേറെ ഒന്നും ചെയ്യേണ്ടെന്നേ. ഈ ലണ്ടിന് നിങ്ങൾ തലകുത്തി നിൽക്കണ്ട.
വസ്ത്രം കീറുകയും വേണ്ട, ചാരം പൂശുകയും വേണ്ട, ചാ കൊടുക്കുകയും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഭർത്താവിനെ മക്കളെ ഒന്ന് നോക്കുക. കുടുംബ ജീവിതത്തെ ഒന്ന് തിരിച്ചെടുക്കുക. നിങ്ങൾ പരസ്പരമുള്ള സ്നേഹം ഒന്ന് ഊട്ടി ഉറപ്പിക്കുക. കേൾക്കുക. കേട്ടിട്ട് ആ കേൾക്കുന്ന കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് മുട്ടുമേൽ നിന്ന് വിളിച്ചു പറയും. എന്നിട്ട് ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കുക. ഈ സിറ്റുവേഷനിൽ എൻ്റെ കർത്താവ് എന്നോട് എന്താ പറയുന്നത് കേൾക്കുക. കേട്ടിട്ട് വന്ന് ധൈര്യപൂർവ്വം ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പൊ ചില ചേച്ചിമാർ പറയുന്നുണ്ട്, ഈ പ്രവാചകത എത്ര കാലവും ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഗുണവുമില്ല. ഗുണമില്ലാത്തതിന് കാരണം എന്താണ്? നമ്മൾ കേൾക്കുന്നില്ല. എന്താണ് എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ നീടെന്ന് മറന്നേ പോയി. എത്ര കാലം അവിടെ ചോദിച്ചിട്ട് എടി നമുക്കൊരു സിനിമയ്ക്ക് പോകാൻ. ഓ ഇവിടെ ഭയങ്കര കാശാണ് വെച്ചാ. ഓ ഇവിടെ സിനിമയ്ക്ക് പോകാൻ പാടില്ലല്ലോ. അയ്യോ സോറി കേട്ടോ. ഇപ്പൊ ആൾക്കാർ പറയാം സിനിമയ്ക്ക് പോകാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ യഥാർത്ഥ കാര്യം വിട്ടുപോകുക. നീ ആരാ? പ്രീസ്റ്റും പ്രോഫറ്റും കിങ്ങാണോ നിങ്ങളത് പറഞ്ഞു തന്നിട്ട് എത്ര കാലമായി? അതായത് പൊട്ടു കൊള്ളരുതെന്നും ടി വി കാണരുതെന്നും പാട്ട് കേൾക്കരുതെന്നൊക്കെ പറയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം അവർക്ക് കേൾക്കണതിന് നമുക്ക് താല്പര്യം. കാരണം ഹാർഡായിട്ടൊന്നും ചെയ്യണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരുത്തണ്ടല്ലോ. ടി വി കണ്ടില്ലെങ്കിൽ അത്രയും കാശ് കുറച്ച് കൊടുക്കാം, അവിടെയും ലാഭം നമുക്ക്. അപ്പൊ അതൊന്നുമല്ല. പണ്ട് ഞാൻ നിങ്ങളൊക്കെ രാമായണവും മഹാഭാരതമൊക്കെ ടി വി നോക്കുമ്പോ എത്ര കാലം എവിടേക്ക് ഓടിയിട്ടാ കണ്ടത്. ഇന്ന് പിള്ളേർക്ക് പറഞ്ഞാൽ എന്താ? രാമായണവും മഹാഭാരതവും നോക്കരുത് കേട്ടോ, അതൊക്കെ പാപമാണ്, അതൊക്കെ തിന്മയാണ്. എസെൻഷ്യൽസിനെ കളഞ്ഞിട്ട് പെരിഫറലായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നിൽ ഓടി നടക്കുക. അതായത് യു ത്രൂ ദ ബേബി വിത്ത് ബേറ്റ് വാട്ടർ. കൊച്ചിനെ വലിച്ചെറിഞ്ഞാനായിട്ട് വെള്ളം കൊണ്ട് നടക്കുന്ന പോലെ യഥാർത്ഥത്തില് റിയൽ കോറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും നമ്മൾ സംസാരിക്കാറില്ല. കാരീസ് ഒന്നും നമ്മൾ പറയാറില്ല. കേട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ കൊള്ളില്ല, അച്ഛന് പ്രസംഗിക്കാനേ അറിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛന് വലിയ ശക്തിയൊന്നും ഇല്ല കേട്ടോ, മറ്റേ അച്ഛനെ പോലെ അല്ല, ഇയാൾക്ക് അത്ര പവർന്നും ഇല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് കൊടുക്കും. ഇയാളങ്ങനെ ബന്ധന പ്രാർത്ഥന നടത്തുന്നില്ലെന്ന് പറയും. ഈ ബന്ധനമൊന്നും അല്ല വേണ്ടത്, സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം. യു ആർ എ പ്രീസ്റ്റ് പ്രോഫറ്റ്. അപ്പൊ നീ നിന്റെ പ്രവാചക ദൗത്യം തിരിച്ചെടുക്കുക. യു ആർ എ പ്രോഫറ്റ്. യു നീഡ് ടു ലിസൺ ടു യുവർ ഫാമിലി. Then you present that to the Lord, listen to the Lord and present His prophecy to the family. Then the third one, king. രാജാവ് എന്താ ചെയ്യുന്നത്? രാജാവ് എന്താ ചെയ്യുന്നത്? ഭരണം നടത്തുന്നു. ആരാ ട്രൗസർ ഇടുന്നേ? നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മിണ്ടാത്തതാ, എനിക്കറിയാം. ട്രൗസർ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൗസർ തൊട്ടി ഈ സാധനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാ ട്രൗസർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആരാ ഭരണം നടത്തുന്നത് എന്നാണ്. ട്രൗസറിന്റെ ചേച്ചിമാരെന്ന് പറയുന്നതല്ലേ, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അതുകൊണ്ട് ട്രൗസർ അറിയോ അച്ഛൻ ഞാൻ ട്രൗസർ ഇട്ടുകൊണ്ടാണ് പറഞ്ഞത്. നോട്ട് ലൈക്ക് ദാറ്റ്. ഇതൊരു ആലങ്കാരിക പ്രയോഗം. അപ്പൊ രാജാവ് എന്താ ചെയ്യേണ്ടത്? ഭരിക്കുക. പിന്നെ രാജാവ് എന്താ ചെയ്യേണ്ടത്? ഭരിക്കുക. പിന്നെന്താ ചെയ്യേണ്ടത്? ജനത്തിന്റെ ക്ഷേമം അന്വേഷിക്കുക. താങ്ക് യു. അറ്റ്ലീസ്റ്റ് ക്ഷേമമൊക്കെ അന്വേഷിക്കുക. അത് 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും കൈകൂട്ടി നാട്ടിൽ ലക്ഷം വരുന്നോണ്ട് പോവുക. പിന്നെന്താ രാജാവ് ചെയ്യേണ്ടത്? ജനത്തിന്റെ ആവശ്യങ്ങൾ അറിയാം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി കേട്ടോ. ആരോ പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന്. നിങ്ങളുടെ ചിന്തയായിട്ട് നിങ്ങൾ ഇത്ര നാൾ ഇങ്ങനെ കൊടുത്തിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാം, ജനത്തെ ഡിഫൻഡ് ചെയ്യുക. എന്റെ വീട്ടിൽ ഒരിക്കലും കയറാൻ പാടില്ല. ഓക്കെ, രാജകീയ ദൗത്യം. ഈ പറഞ്ഞ കാര്യമൊക്കെ എന്താണെന്നോ? ലോകത്തിലെ രാജാക്കന്മാരെ കുറിച്ച് അത്രേ ഈശോ പറഞ്ഞ എന്താ? നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അധികാരികൾ മറ്റുള്ളവരുടെ മേലെത്തിയിരുന്നു എല്ലാം അടിച്ചേൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനവും രാജാവാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനും ആയി മാറുക. ഈശോ പറഞ്ഞ രാജകീയത്വം ഭരിക്കുന്ന രാജകീയത്വം അല്ല, പിന്നെയോ ശുശ്രൂഷയുടെ രാജകീയത്വം അത്രേ, സേവനത്തിന്റെ രാജകീയം അത്രേ. നമ്മളൊക്കെ ഭരിക്കുന്നുണ്ട്. ഞാനാ വീട്ടിലെ രാജാവ് എന്ന് ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞു. അയാൾക്ക് ഇച്ചിരി ശമ്പളം കുറവാ, ഞാനാ രാജാവ്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുമല്ലോ അല്ലെ? ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം രാജാവ് ആര് എന്നൊരു ചോദ്യമാണ് പല കുടുംബത്തിൽ. ഞാൻ
ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും കാശ് കൂടുതൽ മേടിക്കുന്ന ഞാൻ പറയുന്നത് അയാൾ കേൾക്കണമോ, അതോ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അയാൾ പറയുന്നത് ഞാൻ കേൾക്കണമോ? സെൽഫ് കോൺഷ്യസ്നെസ് ഒക്കെ പുറത്തേക്ക് അറിയാം. ഇപ്പോ സംഭവിക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കണോ? അപ്പൊ ചേട്ടൻ പറയും എന്താണെങ്കിലും എടി മൂട് മറക്കരുതടി, കേരളത്തിൽ നിന്ന് വന്നേണ്ടി ആണുങ്ങൾ അനുസരിക്കടി എന്ന് ചേട്ടൻ. അപ്പൊ ചേട്ടത്തി പറയും അതൊക്കെ കേരളത്തിലാവേ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന്റെയും മണിക്കൂറിന്റെയും മിനിറ്റിന്റെയും വില അനുസരിച്ചാണ് ആൾക്കാരുടെ വില. അല്ലെങ്കിൽ പിള്ളേർക്ക് വരെ ഇപ്പൊ ഇതറിയാം, ഡോണ്ട് പ്ലേ എന്ന് പറയും. അപ്പോ സംഭവിക്കുന്നതാണ്, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കോറിൽ നിന്ന് മാറിപ്പോകരുത് കേട്ടോ, അല്ലെങ്കിൽ ഇത് കഥാപ്രസംഗം പോലെ ആയിപ്പോ. കോറിൽ നിന്ന് മാറിപ്പോകരുത്. നിങ്ങൾ എന്തായത്? നിങ്ങൾ ആരാ? രാജാവ്. രാജാവ് ചെയ്യേണ്ടത് എന്താ? ശുശ്രൂഷിക്കുകയും നയിക്കുകയും. രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറഞ്ഞില്ല, തുല്യത, നായകത്വം വഹിക്കുന്നവൻ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഭർത്താവോ ഭാര്യയോ ആരാണ് രാജാവ് എന്നൊരു ചോദ്യമില്ല. പിന്നെയോ നിങ്ങൾ രണ്ടുപേരും രാജാക്കന്മാരത്രേ. നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? പരസ്പരം ശുശ്രൂഷിക്കേണ്ടിയിരിക്കുന്നു, പരസ്പരം നയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇവിടെ ട്രൗസർ ഇടുന്ന ആളല്ല നയിക്കേണ്ടത്. പിന്നെയോ രണ്ടുപേരും ട്രൗസർ ഇട്ടോ, ഒരു പ്രശ്നമല്ല. നമ്മള് ഇൻകൾച്ചറേഷനൊക്കെ പെട്ടെന്ന് നടത്തിയ ആൾക്കാരാ. ഈ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഇൻകൾച്ചറേറ്റഡാ. അപ്പോ തിരിച്ചു വരാം. രാജാവ്, പ്രിയമുള്ളവരെ, 3 ഐഡന്റിറ്റി നിങ്ങൾക്കുള്ള റിയൽ ഐഡന്റിറ്റി. പ്രീസ്റ്റ്. പ്രീസ്റ്റ് എന്താ ചെയ്യേണ്ടത്? എല്ലാം എന്താ പ്രീസ്റ്റ് ചെയ്യേണ്ടത്? വിശുദ്ധീകരിക്കും. മറന്നുപോകല്ല. അയ്യോ, ഇതിപ്പോ രാമായണം കേട്ടിട്ട് അതാ അങ്ങനെ ആയിപ്പോകല്ലേ. നിങ്ങൾ ആരാ? പുരോഹിതൻ. പുരോഹിതൻ ചെയ്യേണ്ടത് എന്താ? അപ്പൊ നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ ആരാ? പുരോഹിതരാ. നിങ്ങൾ കുടുംബത്തിൽ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. നിങ്ങൾ പിന്നെ ആരാ? പ്രവാചകരാ. പ്രവാചകൻ ചെയ്യേണ്ടത് എന്താ? കേൾക്കുക, കേൾക്കുക, പറയുക, പറയുക. ഓക്കെ, കേൾക്കുക, പറയുക, കേൾക്കുക, പറയുക. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കുടുംബത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. മൂന്നാമത് നിങ്ങൾ ആരാണ്? രാജാവത്രേ. കിങ്. സെർവ് ചെയ്യാൻ, ഇറങ്ങിച്ചെല്ലാം, പാദം കഴുകുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നിങ്ങൾ you call me Lord and Master. Yes, I am the Lord and Master, but I do this. ഞാനിതാ പാദം കഴുകുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? പാദം കഴുകുക. ഒന്ന് കുടുംബത്തില് പരസ്പരം പാദം കഴുകാൻ നിങ്ങൾക്കൊന്ന് പറ്റിയിരുന്നുവെങ്കിലും. പ്രിയമുള്ളവരെ, എന്ന് ഭർത്താവ് ഭാര്യയുടെ പാദം കഴുകുന്നുവോ, ഭാര്യ ഭർത്താവിന്റെ പാദം കഴുകുന്നുവോ, ആ കുടുംബത്തില് നിങ്ങൾ രണ്ടുപേരുടെയും പാദം കഴുകാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ റെഡി ആയിട്ട് നിൽക്കും. അല്ലാതെ നിങ്ങൾ കാല് നീട്ടി കൊടുത്തിട്ട് കഴുകുക കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കഴുകില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ? കഴുകട, കഴുകടി എന്ന് പറയാം. നോവേ. അവർക്ക് നിങ്ങളൊക്കെ അവിടെ പ്രായത്തിലുണ്ടായിരുന്നതിനേക്കാളും ഇച്ചിരി മൂത്തതാവതൊക്കെ. അതുകൊണ്ട് അവരെ നിങ്ങൾ പറ്റിക്കാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കണം. അവർ നിങ്ങളെ വിറ്റ കാശ് അവരുടെ പോക്കറ്റിൽ ഉണ്ട്. അവർ വളരെ മനോഹരമായിട്ട് നിങ്ങളെ വിൽക്കാൻ അവർക്കറിയാം. നിങ്ങളുടെ വീക്ക് പോയിന്റ് അവർ കുത്തിയിട്ട് പറയും എന്നാണ്. നമുക്കൊന്നും പറയാം. കാരണം എന്താണെന്നോ, നമുക്ക് പ്രീസ്റ്റ് ആകാൻ പറ്റുന്നില്ല, നമുക്ക് പ്രോഫറ്റ് ആകാൻ പറ്റുന്നില്ല, നമുക്ക് കിങ് ആകാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളെല്ലാം എന്താകാൻ ശ്രമിക്കുന്നുണ്ട്? ഇത് 3 ആകാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടേതായ തലത്തില്. എന്നാൽ മാമോദീസായിലൂടെ കിട്ടിയ രാജകീയ, പ്രവാചക, പൗരോഹിത്യ ദൗത്യം നിർവഹിക്കാൻ എന്ന് എനിക്ക് കഴിയുന്നുവോ അന്ന് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്രിസ്തു ആഗ്രഹിക്കുന്ന തരത്തില് സന്തോഷവും സമാധാനവും. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായ. സോ ബീയിങ് എ ക്രിസ്ത്യൻ, ബീയിങ് എ കാത്തലിക് ഈസ് ദ മോസ്റ്റ് ജോയ്ഫുൾ തിങ്. ഞാൻ എൻ്റെ പിള്ളേരുടെ, ഞാൻ നിങ്ങൾ കേട്ടതുപോലെ ഞാൻ ഇവിടുത്തെ UK ജീസസ് യൂത്തിന്റെ പാസ്റ്റർ. ഞാൻ എൻ്റെ പിള്ളേർക്ക് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: ബി ഹാപ്പി, ബി ജോയ്ഫുൾ. അല്ലാതെ വെറുതെ അവിടെ നിന്ന് ഇവിടെ നോക്കുക ആൾക്കാർ നിങ്ങളെ നോക്കിയിട്ട് നീ ഒരു പൊട്ടയാടാ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകടാ, നീയൊക്കെ പാവികളാടാ, നശിച്ചു പോവുകടാ എന്നൊന്നും അല്ല അവർക്ക് പറയേണ്ടത്. അവർക്ക് അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു നീഡ് ടു ഗെയിൻ യുവർ ഓൺ ഐഡന്റിറ്റി ബാക്ക്. That I am a priest, I am a prophet, and I am a king. I need to stand erect. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലയിൽ മുമ്പിട്ട് അയ്യോ ഞാൻ പാവമാണ് എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരാളൊന്നും അല്ല.
പിന്നെ നേരത്തെ ചേച്ചി അറിയാതെ ആണെങ്കിലും ചേച്ചിയുടെ വായിൽ വീണ് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയി പ്രവചനം നടത്തേണ്ട ആൾക്കാർ അല്ല. അത് സംഭവിക്കുക എപ്പോഴാണെന്നോ, ആ വിശുദ്ധ ലിഖിതം പറയുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഒഴുകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നിറഞ്ഞു കഴിയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഈ തീർന്ന പേസ്റ്റ് ഞെക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവി ഇങ്ങനെ ഞെക്കിക്കൊണ്ടേയിരിക്കുക. വരില്ല. ജീവജലത്തിന്റെ അരുവി ഞെക്കിക്കൊടുക്കേണ്ട സാധനം പിന്നെയോ ഒഴുകേണ്ടതത്രേ. ഫ്ലോ. ഇൻ ഓർഡർ ടു ഫ്ലോ യു നീഡ് ടു ബി ഫിൽഡ്. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രിം വരെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോ എന്നെ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അതിനുവേണ്ടി നിങ്ങളിങ്ങനെ ഞെക്കിപ്പൊഴിഞ്ഞു കൊടുത്തുകൊണ്ടൊന്നും പോകേണ്ടെന്നും വേണ്ട. സമയത്തിന്റെ അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, കർത്താവിന്റെ ശക്തമായ കരുത്തിന്റെ കീഴെ നീ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടെ നിന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. അല്ലാതെ ഇങ്ങനെ ചാടി നിന്ന് ഉയർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ പ്രൈസിലൂടെയാണ് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു ഉയരേണ്ടത് അല്ല. ഈ തരത്തിലുള്ള ഉയരല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഇറങ്ങി കാല് കഴുകുന്ന, കാല് ചിന്തിക്കുന്ന ആ ഉയർച്ചയാണ്. അതാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നത്. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും. അപ്പോ നമ്മൾ പലപ്പോഴും എല്ലാരും വിലയിരുത്തുന്ന ഇതുപോലെ നമ്മളിവിടെ ഇരുന്നിട്ട് ഭയങ്കര ജഡ്ജ്മെന്റ്സ് നടത്തുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ കുറിച്ച്. സ്റ്റോപ്പ് ഇറ്റ്. വിധിക്കരുത്. നീ നിന്റെ ഉള്ളിലേക്ക് നോക്കൂ. നിന്റെ ജീവിതത്തിൽ യു റീഗെയിൻ യുവർ റിയൽ ഐഡന്റിറ്റി. You are a priest, you are a prophet, and you are a king, and you are someone good. നീ പാപിയാകുന്നതിന് മുമ്പേ നീ ആരാ? നീ പുത്രനാ, പുത്രിയാ. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡന്റിറ്റി എന്താണെന്നോ, നമ്മൾ ആരാണെന്നാ? നമ്മളെല്ലാരും പറഞ്ഞു, എല്ലാരും പാപികളാണെന്ന ഐഡന്റിറ്റിയാണ് നമുക്കുള്ളത്. എന്നാൽ പാപിയാകുന്നതിന് മുമ്പ് നീ ആരാ? You are a priest, you are a prophet, you are a king, you are a child. You are a child of God. You are good. You are beautiful. You are worth dying for. You are worth dying for. That is why the Lord came and died for you. If you were young, God wouldn't have died for you. You are beautiful. You are valuable. That is why God died for you. ദൈവം എനിക്ക് വേണ്ടി മരിക്കുവാൻ തക്ക രീതിയിൽ വിലയുള്ള വ്യക്തിയാണ് ഞാൻ. That is my identity. Later only I became a sinner. ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ ഈശോ വരച്ചു കാണിക്കാൻ ആഗ്രഹിച്ചതും അതാ. ഇവൻ ധൂർത്തനാകുന്നതിന് മുമ്പ് ഇവൻ ആരായിരുന്നു? ഇവൻ പുത്രനായിരുന്നു. ധൂർത്തനായപ്പോഴും ഇവൻ ആരായിരുന്നു? അവൻ പുത്രൻ തന്നെയായിരുന്നു. അവനത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവന്റെ പുത്രസ്ഥാനത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. എന്നാൽ ഈ ഫോൾസ് പ്രവാചകര് നമ്മുടെ അടുത്ത് പറയും, നീ ആരാ? അടിമയാ. നീ ആരാ? കൊള്ളൂലാത്തവളാ. നോ 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 നോ, യു ആർ എ ചൈൽഡ്. അതുകൊണ്ടാണ് തിരുസഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, മാമോദീസായിലൂടെ നിനക്ക് ലഭിക്കുന്ന കൃപയുടെ പേരാണ് യു ആർ ഗിവൺ ആൻ ഇൻഡെലിബിൾ ക്യാരക്ടർ. യു നോ വാട്ട് ഈസ് ആൻ ഇൻഡെലിബിൾ മീൻസ്? cannot be deleted. എന്ന് വെച്ചാൽ എന്തുവാ? തൂത്തുകളയാൻ പറ്റാത്ത ഒരു മുദ്ര നിനക്ക് ലഭിച്ചിരിക്കുന്നു. എന്തിലൂടെ? മാമോദീസായിലൂടെ. യു ആർ ഗിവൺ ആൻ ഇൻഡെലിബിൾ ക്യാരക്ടർ. നീ എത്ര അഴുക്കായിട്ട് ജീവിച്ചാലും ആ ഇൻഡെലിബിൾ ക്യാരക്ടർ ഉണ്ടല്ലോ. യു ആർ മൈ ചൈൽഡ്, യു ആർ പ്രീസ്റ്റ്, യു ആർ പ്രോഫറ്റ്, യു ആർ കിങ് വിൽ നെവർ ഗോ അവേ ഫ്രം യു. അത് ടാർണിഷ്ഡ് ആകാം, അത് ഡിസ്ഫിഗർ ആകാം, ബട്ട് ഇറ്റ് വിൽ നെവർ ലൂസ് ഫ്രം യു. അങ്ങനത്തെ 3 കുദാശകൾ ഉണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണെന്ന് അറിയാവോ? പൗരോഹിത്യം, മാമോദിസ, പിന്നെ കൺഫർമേഷൻ, വിവാഹം, കൺഫർമേഷൻ. 3 കുദാശകൾ. കാരണം ഈ 3 കുദാശകളും അൺറിപ്പീറ്റബിൾ. യു കാനോട്ട് റിപ്പീറ്റ് ദിസ് 3 because once it is given, it is given. നാളെ എനിക്ക് വേണമെങ്കിൽ പോയി കല്യാണം കഴിച്ച് ജീവിക്കാം, എങ്കിൽ പോലും എന്റെ പൗരോഹിത്യം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് എക്സസൈസ് ചെയ്യാൻ സഭ എന്നെ അനുവദിക്കുന്നില്ലായിരിക്കും, എങ്കിലും എനിക്ക് കിട്ടിയ പൗരോഹിത്യം. അതുകൊണ്ട് ആ സഭയുടെ പഠനത്തിന് വളരെ ഒരു കോഹറൻസ് ഉണ്ട്. അതായിപ്പോ നിങ്ങൾക്ക് ഒരിടത്ത് പോയി പെട്ടെന്നിരിക്കട്ടെ, നിങ്ങൾ മരണാസന്നരായി കിടക്കുന്നു, നിങ്ങൾക്ക് അവിടെ ഒരു പുരോഹിതനും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു അച്ഛൻ കല്യാണം കഴിച്ച് താമസിക്കുന്നുണ്ട്, അയാളിപ്പോ സഭയിലൊന്നുമില്ല, പക്ഷെ അയാൾ അച്ഛനായിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അയാളെ വിളിച്ച് നിങ്ങൾക്ക് കുമ്പസാരിക്കാം, നിങ്ങൾക്ക് രോഗിലേപനം സ്വീകരിക്കാം. അതെല്ലാം എന്താകും? വാലിഡ് ആകുമെന്ന് സഭ പഠിപ്പിക്കുന്നത്.
കാരണം ഇൻ എ കേസ് ഓഫ് എമർജൻസി. കാരണം ഇതാണ് അവന്റെ പൗരോഹിത്യം ഒരിക്കലും അവനിൽ നിന്ന്. അതേപോലെ തന്നെ മാമോദീസയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പുരോഹിത പ്രവാചക രാജകീയ മുദ്ര ഒരിക്കലും നിങ്ങളിൽ നിന്ന് റീഗെയിൻ ഇറ്റ്, കം ബാക്ക്. അതാണ് ദൂതപുത്രൻ ചെയ്തത്. അവൻ എവിടെയാ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവൻ എവിടെയാ ചെന്ന് വിട്ടത്? പന്നിക്കൂട്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴേക്ക് ഞാനും നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്താണ്? എന്റെ നിങ്ങളുടെ വീട് എങ്ങനെയാ? എന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു മാറി താമസിക്കുന്നുവോ അന്ന് ഞാൻ താമസിക്കുന്ന ഇടത്തിന്റെ പേരാണ് പന്നിക്കൂട്. പന്നിക്കൂട്ടിലുള്ള ഒരു പ്രത്യേകത എന്താണെന്നോ, കുറച്ചു നാളെ മണം അടിക്കത്തുള്ളൂ, പിന്നെ മണവും നമുക്കൊരു ശീലമാണ്. ചോദിക്കാൻ ചേട്ടാ ഒരു മിനിറ്റ് അതുകൊണ്ട് ചേട്ടൻ നേരത്തെ പറഞ്ഞപ്പോഴും ഞാൻ ബൈപ്പാസ് ചെയ്യാൻ കാരണം മറുപടി പറയാൻ പറ്റാത്തല്ല. അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞത്? കുറച്ച് കഴിയുമ്പോൾ എന്താകുന്നു, അത് നിങ്ങൾ ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ പോകണം. ഭയങ്കര മണോ, വേറെ അവിടെ ചീത്തയാതൊന്നുമില്ല. പിന്നെയോ തൊണ്ട് ഒത്തിരി കയർ വിരിക്കുന്ന മേഖലയായതുകൊണ്ട് തൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്താണെന്നോ അതിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധം വസകനിയോ. പക്ഷേ നിങ്ങൾ അവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് അറിയില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ, ഞാൻ പോയിട്ടുള്ള 90% വീട്ടിലെയും സ്മോക്ക് അലാമിന്റെ ബാറ്ററി മാറ്റാറില്ല. സ്മോക്ക് അലാമിൽ നിന്ന് എല്ലാ ഒരു 3-4 മിനിറ്റിന്റെ ഇടയ്ക്കും ബീപ്പ് ബീപ്പ് എന്ന ശബ്ദം വരും. പുതിയതായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഞാൻ പറയുന്നത്, അയ്യോ ചേട്ടാ ബാറ്ററി മാറ്റില്ല. അപ്പൊ അവർ എന്താ ചേട്ടാ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോഴും ബീപ്പ് അടിക്കുന്നുണ്ട്, പക്ഷെ ഇവർക്കത് കേൾക്കുന്നില്ല. കാരണം എന്താ? യു ആർ സോ യൂസ് ടു ഇറ്റ്. നിങ്ങൾ ആ ബീപ്പ് എല്ലാ ദിവസവും ബാറ്ററി മാറ്റാറില്ല. ഇങ്ങനത്തെ സാധനം കൊണ്ടെന്ന് പോലും നമുക്ക് അറിയാറില്ല. അതിന്റെ പ്രയോജനം എന്താണെന്നോ എന്തിനതവിടെ വെച്ചിരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ബാറ്ററി ഒന്നും മാറ്റി നമുക്ക് പ്രശ്നം. We are Malayalis. We are Manus, you know. We don't like these English things, you know. Yeah, we don't like this nonsense, you know. So we are Malayalis, you know. നമുക്ക് ഇച്ചിരി കഴിക്കുകയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ശബ്ദം അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല. അതുകൊണ്ട് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പുതിയൊരു ഐഡിയ കണ്ടു. ഞാനത് പറയാം, നിങ്ങൾ ആരും പോയി പ്രാപ്തിയാക്കരുത്. എന്താണെന്നോ, ഫോയിൽ പേപ്പർ കൊണ്ട് ഇത് അടച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെന്താ ഇങ്ങനെ? അത് ഫോയിൽ പേപ്പർ വെച്ചാൽ അച്ചാലും അടിക്കില്ല. നിങ്ങൾ ഈ കഴിക്കലും പോയത്തിലേക്ക് കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത് മാറ്റും. അപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവം ചെയ്തതാണ്. അച്ഛൻ നിങ്ങളെ പാപം പഠിപ്പിച്ചു എന്നില്ല പറയരുത്. ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ചു വെച്ചിരിക്കുക. ഇങ്ങനത്തെ വിദ്യയൊക്കെ കൊണ്ട് ചേട്ടാ നമ്മുടെ ജനം ഭയങ്കര മലയാളീസ് അല്ലേ. നമ്മൾ എവിടെ പോയാലും ഞണ്ടിന്റെ സ്വഭാവമല്ലേ? അതറിയത്തില്ല ഞണ്ടിന്റെ സ്വഭാവം. പുറകോട്ട് നടക്കുന്ന മാത്രമല്ല, ഇനി ഒരു നല്ല സ്വഭാവമുണ്ട് മലയാളി. ഇതാണ് ഒരു ഞണ്ട്. എത്ര ഞണ്ടിനെ വേണമെങ്കിലും നിങ്ങൾക്ക് തുറന്ന കുട്ടയിലിട്ടിട്ട് എത്ര ദിവസം വേണമെങ്കിലും പോകാം. ഒരു ഞണ്ട് രക്ഷപ്പെട്ടു പോകില്ല. കാരണം എന്താണെന്നോ, ഒരു ഞണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വേറൊരു ഞണ്ട് വിളിച്ച് വലിച്ചതാണ്. അടുത്ത ഞണ്ട് കയറുമ്പോൾ വേറൊരു ഞണ്ട് വിളിച്ചതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞണ്ടിനെ തുറന്ന കുട്ടയിൽ വെച്ചിട്ട് എവിടെയും പോകാം. നമ്മളും അതുപോലെയാണ്. ഒരുത്തനും നന്നാകാൻ സംഭവിക്കും. പോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? പന്നിക്കുഴിയിൽ പെട്ട് കിടക്കുമ്പോൾ പറ്റിയത് ഇതാണ്. ഈ മണം നമുക്ക് എന്താകുന്നു, ഈ ആലപ്പുഴക്കാർക്ക് ശീലമായതുപോലെ ഈ മോക്കലാമിന്റെ ബാറ്ററി പോയിട്ട് ബീപ്പ് ശബ്ദം നിങ്ങൾക്ക് സുപരിചിതമായതുപോലെ ഈ പന്നിക്കുഴി കിടക്കുമ്പോൾ ഒരു കുഴപ്പം ഇതാണ്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ഇങ്ങനെ താതാത്മ്യപ്പെടും. അതാണ് ഇരുട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താകും, വെളിച്ചം പോലെ തോന്നും. പാപത്തിൽ ജീവിച്ചാലും നമ്മളത് അറിയില്ല. എന്നാൽ ധൂർത്തപുത്രൻ ഒരു ദിവസം അവൻ വിചാരിച്ചു, പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും എനിക്ക് കിട്ടിയിരുന്നു എങ്കിലും. ആണ് തിരുവചനം പറയുന്ന ഇതാണ്, അതുപോലും അവന് ആരും കൊടുത്തില്ല. അപ്പോൾ അവന് ഡാഷ് ഉണ്ടായി. എന്താ? സുബോധം ഉണ്ടായി. സുബോധം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, അതെന്താ ഈ നല്ല ബോധം? എന്താ? തിരിച്ചു വരാനല്ല, പിന്നെയോ തിരിച്ച എന്തിനെ കുറിച്ചുള്ള തിരിച്ചറിവ്? ആ പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവെന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് എന്താ വായിക്കേണ്ടത്? ഞാൻ പുത്രനാണ് എന്ന തിരിച്ചറിവ്. That is the primary recognition. പിതാവ് എന്ന് പറയുമ്പോൾ you also presupposes what? Son. പിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ നിന്നെ കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ. നീ പുത്രനാണ്, നീ പുത്രിയാണ്, ഞാൻ രാജാവാണ്, ഞാൻ പ്രവാചകനാണ്, ഞാൻ പുരോഹിതനാണെന്ന് നിന്റെ തിരിച്ചറിവാണ് എന്ത്? സുബോധം. അതിന്റെ മറ്റൊരു വാക്കാണ്
അവൻ പിതാവിന്റെ ഭവനത്തെ കുറിച്ച് ഓർത്തു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ വേലക്കാർ പോലും എന്നെക്കാളും മനോഹരമായി, അതായത് പുത്രനായ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ പിതാവിന്റെ ഭവനത്തിൽ വേലക്കാർക്ക് പോലും എന്നെക്കാളും നല്ല സ്ഥാനം ലഭിക്കുന്നുണ്ടല്ലോ എന്ന തോന്നലാണ് അവനെ എന്ത് ചെയ്യിപ്പിച്ചത്? എഴുന്നേൽപ്പിച്ചത്. നമ്മൾ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. എന്ത് തോന്നല്ല? ഞാൻ പുത്രനാണ്, ഞാൻ പുത്രിയാണ്. കാരണം പാപത്തിൽ വന്ന് പന്നിക്കുഴിയിൽ വീഴുന്നതിന് മുമ്പേ ഞാൻ ആരാണ്? അതുകൊണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? മാമോദീസ മുക്കിയത്. അപ്പൊ മുതലേ നമ്മൾ എന്താ? ആ ദൈവ പൈതല, ചൈൽഡ് ഓഫ് ഗോഡ്. ആ പൈതലിനാണ് എന്ത് പറ്റിയത്? പാപം ഉണ്ടായത്. സോ ബേസിക്കലി ഹു ആർ യു? ദ ചൈൽഡ്. മക്കളത്രേ. തിരുവചനം പറയുന്നു, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളും അത്രേ. ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശികൾ. ദൈവരാജ്യത്തിന് ദൈവത്തെ ആബ അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിക്കുവാനുള്ള യോഗ്യത നിനക്ക് കൈവരും. ആ ദൈവത്തെ ആബ അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ നീ ആരായിരിക്കണം? പുത്രനായിരിക്കണം, പുത്രിയായിരിക്കണം. Are you getting? Are you getting where we began and where we are coming to? അപ്പോ ആ 3 സുഹൃത്തുക്കൾ എന്തൊക്കെയാ? 3 ഐഡന്റിറ്റി എന്താ? Never ever forget. നീ പുത്രൻ, നീ പുത്രി. ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുകയും പരിശുദ്ധമായ ദിവ്യരക്തത്താല് വീണ്ടെടുക്കുകയും ചെയ്യപ്പെട്ട, വില കൊടുത്ത് നേടിയ വിലയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞാൻ. അപ്പൊ സ്റ്റാൻഡ് റൈറ്റ്. Never ever say that I am a sinner. You are, but more than that, you are. Your sins have been washed away by the blood of Christ. Receive Him, make Him your own, walk with Him, be proud of who you are. Stand erect and say, I am proud of being a Catholic, being a Christian, because I am a priest, I am a prophet, I am a king, I am a child. Got it? Got it? Yes. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോഴാ കഥ നേരത്തെ പറഞ്ഞ പ്രവാചകർക്ക് ദൈവത്തോട് ചോദിക്കുക, ദൈവം പറയുക. അപ്പൊ ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. റീഗെയിൻ യുവർ ഐഡന്റിറ്റി ആൻഡ് സ്റ്റാർട്ട് ടു ലിവ് യുവർ ഐഡന്റിറ്റി in your home, in your life. When you start to live there, ജെറുസലേമിൽ നിന്ന് ഗലീലയിലേക്കും ലോകത്തിന്റെ അതിർത്തികൾ വരെ. ആരെടുത്താ പറഞ്ഞേ? ശിഷ്യരെടുത്ത് പറഞ്ഞത് എന്താ? നിങ്ങൾ ഇവിടെ തങ്ങുക, നിങ്ങൾ ഇവിടെ നിന്ന് ജെറുസലേമിൽ നിന്ന് ഗലീലയിലേക്ക് ലോകത്തിന്റെ. അപ്പോ നിങ്ങളുടെ ജെറുസലേം എവിടെയാ? നിങ്ങളുടെ ഭവനം. അവിടെ താമസിച്ച് അവിടെ. അപ്പൊ നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ചേട്ടാ ചോദിച്ചു നോക്കാം കേട്ടോ. ഒന്ന് എഴുന്നേറ്റ് ഒരു നിമിഷം ഒന്ന് കണ്ണുകളൊക്കെ അടയ്ക്കാം. പറ്റിയാല് നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. Close your eyes. Place your hands on your chest and reassure yourself, I am the child. Tell to yourself. You tell yourself, not so loudly. You tell yourself the sound that you wanted to hear. That assurance, I am the child. And tell yourself that I am a prophet. I am prophet and priest and I am king. മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്നതോ എനിക്ക് ഇത്രയും നാൾ എന്നെ കുറിച്ച് തോന്നിയതോ ആയിട്ടുള്ള ഐഡന്റിറ്റി അല്ല എനിക്കുള്ളത്. ഞാൻ പുത്രനാണ്, പുത്രിയാണ്, ഞാൻ രാജാവാണ്, ഞാൻ പുരോഹിതനാണ്, ഞാൻ പ്രവാചകനാണ്. ദൈവമേ, എന്റെ ഐഡന്റിറ്റി എനിക്ക് തിരികെ തരണമേ, സുബോധം തരണമേ. പുത്രനാണെന്ന് പുത്രിയാണെന്ന് തിരിച്ചറിവ് നൽകണമേ. നിന്നെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള തിരിച്ചറിവ് തരണമേ. പൗലോസ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർ മാത്രമേ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പുത്രനാണ്, പുത്രിയാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനെ സാധിക്കുകയുള്ളൂ. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിലേക്ക് സമൃദ്ധമായി വർഷിക്കണമേ.
നിന്നെ പിതാവായി തിരിച്ചറിയുവാൻ, അംഗീകരിക്കുവാൻ, എന്നെ പുത്രനായി പുത്രിയായി തിരിച്ചറിയുവാൻ, അംഗീകരിക്കുവാൻ, ആ പുത്രത്വത്തിൽ ജീവിക്കുവാൻ ഉള്ള വലിയ കൃപ ഈ സായാഹ്നത്തിൽ എനിക്ക് തന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ആ പുത്രത്വം എനിക്ക് വീണ്ടും തരണമേ. ദുർത്തപുത്രൻ എഴുന്നേറ്റ് വന്നതുപോലെ ഞാനും വരുന്നു പിതാവേ. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതൊക്കെ എനിക്ക് തിരികെ തരുന്ന എന്റെ പിതാവേ, അവയൊക്കെ തിരികെ തന്നെ എന്നെ അനുഗ്രഹിക്കണമേ. പിതൃഭവനത്തിലേക്ക് എന്നെ സ്വീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, 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 എന്റെ ഹൃദയങ്ങളെ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗം തുറക്കണമേ കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവേ. പിതാവേ, നിന്റെ സ്വരം ഞങ്ങൾ കേൾക്കട്ടെ. ഞാൻ നിന്റെ പ്രിയപുത്രനാണ്, ഞാൻ നിന്റെ പ്രിയപുത്രിയാണെന്ന് സ്വരം ഞാൻ കേൾക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. പുത്രനായ യേശുവിന്റെ മേൽ സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗം തുറന്ന് പുത്രനായ യേശുവിന്റെ മേൽ മുഴുകിക്കേണ്ട സ്വരം, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന സ്വരം എന്റെ മേലും മുഴുകിക്കേട്ടെ ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. തോന്നുന്നു എനിക്ക് പ്രസംഗിക്കാൻ തന്ന സമയം തീർന്നു. ഒരു 2 മിനിറ്റ് ചേട്ടാ എന്റെ ചോദിക്കാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ക്രിസ്ത്യാനികൾ, അതായത് മാമോദിസായിട്ടുള്ള ഹൈന്ദവ വിശ്വാസത്തിലേക്ക് തിരികെ പോകുമ്പോൾ നമുക്ക് കിട്ടിയ കൂടുതലൊക്കെ നഷ്ടപ്പെടുമോ? കിട്ടിയ കൃപ മുഴുവനായി നഷ്ടപ്പെടുന്നില്ല. അതാ സഭ പഠിപ്പിക്കുന്നത്. ഇത് നിനക്ക് തന്നിട്ടുള്ള ആ വിശ്വാസം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്ന്, ആ കൃപ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് ഹിന്ദുവായോ മുസ്ലിമായോ പോയവൻ തിരിച്ച് സഭയിലേക്ക് വരുമ്പോൾ നമ്മൾ അവന് വീണ്ടും മാമോദിസ കൊടുക്കാതെ ഇല്ല. അവൻ അവന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുകയും സഭയിലേക്ക് തിരികെ വരികയും ചെയ്യും. അതാണ്, അല്ലാതെ അവനെ നമ്മൾ വീണ്ടും മാമോദിസ മുക്കാറ് ഇല്ല. ഇതാണ് പെന്തക്കോസ്തുകാരുടെ പഠനം. അതാണ് നമ്മളിപ്പോ കത്തോലിക്കൻ പെന്തക്കോസ്തനായാലും അവൻ എന്ത് ചെയ്യും? നമ്മളെ മുക്കും. പക്ഷെ പെന്തക്കോസ്തുകാരൻ കത്തോലിക്ക സഭയിൽ വന്നാൽ നമ്മൾ അവനെ മുക്കില്ല. കാരണം അവന് മാമോദിസ വാലിഡാണ്. ഇപ്പൊ സഭ പഠിപ്പിക്കുന്ന സഭയ്ക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെ ലിസ്റ്റിലെ മാമോദിസ വാലിഡ്, ഏതൊക്കെ ലിസ്റ്റിലെ മാമോദിസ അൺവാലിഡ്. ഒരു മാമോദിസ വാലിഡ് ആകണമെങ്കിൽ ചേട്ടന് ഒരാൾ മാമോദിസ മുക്കാം, വേറെ ആരോടെ ഇല്ല എങ്കിൽ, ശരിയായ രീതിയിൽ മാമോദിസ മുക്കാൻ സൗകര്യമില്ല എങ്കിൽ ആ വ്യക്തിയുടെ സമ്മതത്തോടുകൂടി ചേട്ടന് വെള്ളമെടുത്ത് അവന് ചോദിച്ചിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദിസ മുക്കിയിരിക്കുന്നു എന്ന് ചേട്ടൻ പറഞ്ഞാല് ആ മാമോദിസ വാലിഡാ സഭയിൽ. അപ്പൊ ഒരിക്കലും അവനെ നമ്മൾ വീണ്ടും, അപ്പൊ ഇപ്പൊ ഞാൻ നാളെ പോയൊരു മുസ്ലിമായി ജീവിച്ചു എന്നാൽ കുറെ നാൾ കഴിഞ്ഞാൽ സഭയിലേക്ക് തിരിച്ചു വന്നാൽ സഭ എന്നെ വീണ്ടും മാമോദിസ മുക്കില്ല. പിന്നെയോ ഞാൻ എന്റെ പാപങ്ങളെ കയറ്റി പറഞ്ഞ് തിരികെ വരുന്നു. കാരണം അതാണ് സഭയുടെ പഠനത്തിന്റെ എന്താ പറയുന്നത്, ആ സ്ട്രെങ്തും സഭയുടെ പഠനത്തിന്റെ കോഹറൻസ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് ആ വ്യക്തമായ ധാരണ സഭയ്ക്ക് കേട്ടോ. അപ്പൊ മാമോദിസ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലിപ്പോ നമ്മളിപ്പോ ഒരാള് 2 സഭകൾ, ഒന്ന് സാൽവേഷൻ ആർമിയിൽ നിന്ന് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവനെ മാമോദിസ മുക്കും. കാരണം സാൽവേഷൻ ആർമിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദിസ മുക്കുന്ന ഒരു പരിപാടി ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വരും. ഇതിനാണ് RCIA എന്ന് പറഞ്ഞ സഭയിലുണ്ട്, റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ ഇനിഷ്യേഷൻ ഫോർ അഡൾട്ട്സ്. നിങ്ങളുടെയൊക്കെ പള്ളികളിൽ ഈ സമയത്ത് കാണാൻ പറ്റും, ഇംഗ്ലീഷ് പള്ളികളിലൊക്കെ RCIAക്കുള്ള ആൾക്കാരെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ ഇനിഷ്യേഷൻ ഫോർ അഡൾട്ട്സിൽ 3 തരത്തിലാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാമോദിസ മുങ്ങാത്ത ഒരുത്തൻ സഭയിലേക്ക് വരുന്നു, അവന് മാമോദിസായും സ്ഥൈര്യലേപനവും കുർബാനയും കൊടുത്ത് അവനെ സഭയിലേക്ക് സ്വീകരിക്കും. എന്നാൽ മാമോദിസ മുങ്ങി അതിനുശേഷം വേറൊന്നും
ചെയ്യാത്തവനാണെങ്കിൽ അവന് സ്ഥൈര്യലേപനവും കുർബാനയും കൊടുത്തവനെ സ്വീകരിക്കും. എന്നാൽ മാമോദിസയും സ്ഥൈര്യലേപനവും കുർബാനയൊക്കെ സ്വീകരിച്ച് വേറെ സ്ഥലത്ത് പോയവൻ തിരിച്ചു വരികയാണെങ്കിൽ അവനെ പഠിപ്പിച്ച് അവൻ കുമ്പസാരിച്ച് തിരികെ വരും. 3 തരം കേട്ടോ. എന്തെങ്കിലും അല്ലെങ്കിൽ താങ്ക് യു വെരി മച്ച്. എനിക്ക് പ്രാർത്ഥിക്കുക. രാവിലെ എനിക്ക് കാർഡിഫിലേക്ക് പോകാനുണ്ട്. കാർഡിഫിൽ അവിടെ ഒരു പള്ളിയിലെ യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സിന് 10 മണി മുതൽ 3:30 മണി വരെ ഡേ ഓഫ് റിഫ്ലെക്ഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ